ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ, മരിക്കാൻ പോകുമ്പോ 3 വിഷയങ്ങൾ ഓർത്തുകൊണ്ടാണ് എനിക്ക് സങ്കടം. നമ്മളോട് അങ്ങനെ ഒരു 3 വിഷയത്തെ പറ്റി സങ്കടം എന്ന് നമ്മൾ എന്തായിരിക്കും? ഒന്ന് എന്റെ കുട്ടികൾ, അല്ലെങ്കിൽ എന്റെ കച്ചവടം, എന്റെ വീട്, എന്റെ കാറ്, എന്റെ കുട്ടികൾ കെട്ടിച്ചിട്ടില്ലല്ലോ, പഠിച്ചവൻ എന്റെ വീട് കുടിക്കൽ കഴിഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. മരിക്കാൻ പോകുന്ന നേരത്ത് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു. എന്താണ്? ഉച്ചനേരത്തെ ചൂടുള്ള പകലുകളിൽ സുന്നത്ത് നോമ്പെടുക്കുന്ന ആ ഒരു ദാഹമുണ്ടല്ലോ, മരിച്ചാൽ സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റില്ലല്ലോ എന്ന സങ്കടം എനിക്കുണ്ട്. രാത്രി എഴുന്നേറ്റുകൊണ്ട് ഉറക്കിനോട് മല്ലടിച്ച് അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഖിയാമുൽ ലൈലും ഖബറിൽ പോയാൽ പറ്റില്ലല്ലോ. നമ്മിൽ ഇറങ്ങിക്കഴിഞ്ഞ ആ അക്രമിയുടെ സംഘത്തോട് യുദ്ധം ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അവനോട് യുദ്ധം ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, അവൻ അക്രമിയാണല്ലോ. അതും പകല് നട്ടുച്ച നേരത്തെ ചൂടുള്ള കാലങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ദാഹം സഹിച്ചുകൊണ്ടുള്ള ആ ഒരു സുന്നത്ത് നോമ്പും ഇനി മരിച്ചു പോയാൽ കഴിയില്ലല്ലോ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനും കഴിയില്ലല്ലോ. ഇതില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു വിഷമമേ എനിക്ക് മരിക്കുമ്പോഴുള്ളൂ, വേറൊന്നുമില്ല. മരിക്കുമ്പോൾ ആ ഒരു വിഷമമുള്ളൂ. റഹ്മാനായ റബ്ബേ, അവിടെ നമ്മളെയും അവിടെയും മാനവീയാത്ത്, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അതാ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും, റബ്ബേ ഇപ്പൊ കൊണ്ടുപോകണം, കുറച്ചോനെ എന്റെ കുട്ടിന്റെ കല്യാണം ഇപ്പൊ ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, നിക്കാഹ് കഴിഞ്ഞിട്ട് പോരെ, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാകും കുട്ടി, എന്നാ കുട്ടിക്ക് പ്രസവമായിരിക്കണല്ലോ, വർഷനെ കഴിഞ്ഞിട്ട് പ്രസവമായി എന്ന കുട്ടിനെ മുടിവെച്ച് കഴിഞ്ഞിട്ട് പോരെ. അങ്ങനെ പോയിപ്പോ നമുക്ക് നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു പിടിച്ചുകൊണ്ടുപോണത്. എന്താ നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയുന്ന, നമ്മൾ അർബാബിനോട് എന്തൊക്കെ എക്സ്ക്യൂസാ പറയണേ? നാട്ടിൽ പോയിട്ട് മെഡിക്കൽ വരികയാണ് ഫാക്സ്, ഒരു കുഴപ്പമില്ലാതെ നീച്ചടക്കണ മനുഷ്യൻ പറയണേ, ഹോസ്പിറ്റലിലെ അർബാബ് 1 മാസം നിർബന്ധമായിട്ട് കിട്ടിയേ പറ്റൂ. പച്ച നുണ പറഞ്ഞിട്ടേ പൊന്നാര മുമ്മിനിങ്ങളെ തെറ്റാണത് കേട്ടോ, തെറ്റാണ്. നുണ പറഞ്ഞിട്ടൊന്നും നമ്മൾ ലീവ് എടുക്കണ്ട, തെറ്റാണത്. പച്ചക്കളവല്ലേ നമ്മളെ പറയണത്. തടിക്ക് സുഖമല്ല, അള്ളാഹുങ്ങാനും അത് കേട്ടങ്ങാൻ അസുഖം തന്നിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ പല അസുഖങ്ങളുടെയും കാരണം ചിലപ്പോൾ അതായിരിക്കുന്ന. എന്തോ നല്ല കാലത്തെ ഒരു അസുഖമില്ലാതെ അസുഖമുണ്ടെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അതിന് അള്ളാഹു ഇപ്പോൾ പരീക്ഷിച്ചിട്ട് വരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യണ്ടേ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കുറച്ച് ആൾക്കാരൊന്നും നമ്മി പറഞ്ഞിട്ടില്ല. കിട്ടുന്ന ലീവ് പോരാന്നിരിക്കും. ഉള്ള ലീവിലുള്ള വർക്ക് തന്നാ പോരെ. അൽഹംദുലില്ലാഹ്. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ അള്ളാഹു മനുഷ്യരോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ണുകൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്താണ് ലഅല്ലകും തത്തഖൂൻ? അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അൽ ഖൗഫു മിനൽ ജലീൽ, ജലീലായ അള്ളാഹുവിനെ പേടിക്കുകയും വൽ അമലു ബിത്തൻസീൽ, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുകയും വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുകയും വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മരിക്കുന്ന ദിവസത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നത് തഖ്വയുടെ ഡെഫിനിഷനാണ്. എന്താണ് തഖ്വ? എന്താണ് അള്ളാഹുവിനെ തഖ്വ ചെയ്യാന്ന് പറഞ്ഞാൽ? അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കലാണ്. വൽ അമലു ബിത്തൻസീൽ, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യലാണ്. വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടലാണ്. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മരിക്കുന്ന ദിവസത്തിന് വേണ്ടി റെഡിയായി നടക്കലാണ്. ഇത് ചെയ്യുന്നവർക്കാണ് തഖ്വയുണ്ട് എന്ന് പറയാം. അല്ലാഹു നമുക്ക് അതിന്റെ അടയാളങ്ങൾ കാണിച്ചു തരുമാറാകട്ടെ. നോമ്പ് നോറ്റ് ദാഹവും വിശപ്പുമല്ലാതെ മറ്റൊന്നും കിട്ടാതെ പോകുന്ന എത്രയോ സാധുക്കളുണ്ടെന്നാണ്. കണ്ണ് മുഴുവനും സീരിയലിൽ, സിനിമയില് സിനിമ കണ്ടുകൊണ്ട് കിടക്കാൻ, രാവിലെ വൈകുന്നേരം സിനിമയാണ്. മാറി മാറി ചാനലുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്, ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. എത്ര ചെറിയ നാട് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ എത്ര ചാനലുകൾ മലയാളത്തിൽ ഇറങ്ങുക. സുബ്ഹാനല്ലാഹ്. മത്സരിച്ചുകൊണ്ട് സിനിമ ഇറങ്ങുക, റമളാനിന്റെ സ്പെഷ്യൽ സീരിയലുകൾ വേറെ. ഇങ്ങനെ റമളാൻ അല്ലാത്ത സമയത്ത് ചെയ്തിരുന്ന മുഴുവനും എന്തേ മാറ്റുള്ളൂ? തിന്നണില്ല, കുടിക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. അതൊന്നും അല്ലാഹുവിന് വേണോ? പാട്ടുകൾ കേട്ടിട്ടും മ്യൂസിക് കേട്ടുകൊണ്ടും ചെവികളെ മലിനപ്പെടുത്തിയവർ, നമുക്ക് കാണാൻ പറ്റാത്ത ചിത്രങ്ങൾ കണ്ട് കണ്ണിനെ മലിനപ്പെടുത്തുന്നവര്, ഒരു പണിയും ചെയ്യാതെ ഉന്മേഷമില്ലാതെ കിടന്നുറങ്ങി സമയം നശിപ്പിക്കുന്നവരുമുണ്ട്. രണ്ടും പറ്റൂല. ഇങ്ങനെ ക്ഷീണിച്ചിരിക്കാൻ അവനുറങ്ങാം, ഖുർആൻ ഓതാൻ മടിയാണ്, ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി എന്നാ പിന്നെ ഉറക്കായിക്കോട്ടെ, AC ഓണാക്കിയിട്ടാണ് ഉറങ്ങാൻ. പിന്നാരാകുമ്പോൾ വിളിക്കണം കേട്ടോ, എങ്ങാനും വിളിക്കാൻ വിട്ടുപോയിട്ടില്ല, എന്നാ പിന്നവിടെ യുദ്ധാണ്. ഇങ്ങനത്തെ നോമ്പുകാർ. ഇങ്ങനെയൊക്കെ ആവുമ്പോ എന്താ ഇതിനൊക്കെ പറയാ?
കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയും നോമ്പ് ശരി തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന് വേണ്ടി ചെയ്തു, എന്ത് ചെയ്തു നോമ്പ് കൊണ്ട്? ലഅല്ലകും തത്തഖൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ നോക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്തിട്ടുണ്ടോ? ശുദ്ധമായ റമളാൻ ഒരുപാട് നന്മകളിലേക്ക് നമുക്ക് വരാനുള്ള അവസരമാണ്. കൃത്യമായ പ്ലാനിങ് വെക്കണം, നമുക്ക് നന്നാവണം. അല്ലാഹുവേ, റമളാന്റെ മുമ്പ് എന്റെ ജീവിതം ഇങ്ങനെയാണ്, എനിക്ക് ഇൻഷാ അല്ലാഹ് റമളാൻ കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് റമളാൻ കഴിഞ്ഞാൽ ചെയ്യണം. അതുകൊണ്ട് ഈ റമളാനിൽ ഞാൻ ഒരുങ്ങുകയാണ്. എവിടേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്? മോശപ്പെട്ട കൂട്ടുകാരോട് യാത്ര പറയാൻ സമയമായി. പാട്ടുകളും സിനിമകളും കേട്ട് സമയം കളയുന്ന ഏർപ്പാട് നിർത്താൻ സമയമായി. സിനിമകളും അനാവശ്യ ചർച്ചകളും ചെയ്തിട്ട് സമയം കളയുന്ന ആ ഏർപ്പാടുകൾ നിർത്താൻ സമയമായില്ലേ? എവിടേക്കാ കാത്തിരിക്കുന്നത്? സമയം വന്നിരിക്കാൻ. അറിയണേ, ഇന്നലെ റബ്ബിക്കും ഫി അയ്യാമി ദഹരിക്കും ലനഫഹാത്തിൻ അലാ ഫതഅറദൂ ലഹാ. നിങ്ങൾക്കറിയണേ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ചില കാറ്റുകൾ നിങ്ങളുടെ മുമ്പിലൂടെ അടിച്ചു വീശിക്കൊണ്ടിരിക്കും. നിങ്ങൾ അതിലേക്കൊന്ന് നിന്നു കൊടുക്കണം. റമളാൻ വന്നിരിക്കുകയാണ്, റമളാൻ വന്നിരിക്കുകയാണ്. ഒന്ന് നിന്നു കൊടുക്കണേ. മാറ്റത്തിന്റെ സമയമാണ്. ഞാൻ മാറട്ടെ എന്ന് ചിന്തിക്കണം എന്നാണ്. മാറാൻ ചിന്തിക്കുക. ചെറുപ്പക്കാർക്ക് വിശേഷിച്ചും ഹിജാബിടാൻ നടക്കുന്ന പെണ്ണുങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ വേഷമിടാൻ നേരമായി കഴിഞ്ഞു. കള്ളുകുടിയിൽ ചെന്നിരുന്ന ആളുകൾക്ക് നിർത്താൻ നേരമായി. സിസർവലൊക്കെ നിസ്സാരമാണെന്ന് വിചാരിക്കേണ്ടത് പാടില്ലാത്തതാണെന്ന് ഫത്വ കൊടുത്ത ആലിമീങ്ങളുണ്ട്. ദുശ്ശീലമാണെന്ന് എല്ലാവർക്കും ഉറപ്പല്ലേ? അതുകൊണ്ടല്ലേ എവിടെയും സമ്മതിക്കാത്തത്? ബസ്സിൽ പറ്റൂല, എയർപോർട്ട് പറ്റൂല, ഫ്ലൈറ്റിന്റെ ഉള്ളിൽ പറ്റൂല, ബാത്റൂം പറ്റൂല, അല്ലേ? എക്സെപ്റ്റ് ഇൻ ഡെസിഗ്നേറ്റഡ് ഏരിയ അവിടെ പറ്റുള്ളൂ. ഓഫീസിൽ ചെന്നാൽ പറ്റൂല, പബ്ലിക് സ്ഥലത്ത് പിന്നെ എവിടെ പോലും പറ്റുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതൊരു മോശപ്പെട്ട സംഗതി. മുഅ്മിനായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ നഫ്സിനെ നാണം കെടുത്താൻ പാടില്ല. എന്തിനാ നാണക്കെടുള്ള പരിപാടി ചെയ്യുന്നത്? മിനിമം ആ ഒരു അവസ്ഥയിൽ ഹറാമാണോ അല്ലേ? ഇനിയിപ്പോ അടുത്ത ക്ലിപ്പ് വേറെ ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്നല്ല വിഷയം. കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു സംഗതി ലോകത്തില്ല, അല്ലേ? പക്ഷേ ഒരു വിഷയത്തിന്റെ ആ വിഷയം നമ്മൾ നന്മയാണോ തിന്മയാണോ, ഇത് നല്ല കാര്യത്തിലാണോ എണ്ണപ്പെടുക, ചീത്ത കാര്യത്തിലാണോ? ഇതിലെ എണ്ണ നന്മയും തിന്മയും എന്നാൽ അള്ളാന്റെ മുമ്പിലേക്ക് വന്നാൽ ഈ വലിച്ചുവിടുന്ന ഏർപ്പാട് ഏതിലാ പോവുക? നന്മയുടെ കൂടെ പോവുക, അല്ല തിന്മയുടെ കൂടെ പോവുക? ഇതാണ് വിഷയം. റമളാൻ ആകുമ്പോഴേക്കും നിർത്താൻ പറ്റിയിരിക്കണം. നമുക്ക് സാധിക്കുന്ന റമളാൻ നമ്മൾ ചെയ്യുന്നില്ല. റമളാന്റെ പകൽ, റമളാൻ കഴിഞ്ഞാൽ നിർത്തിക്കൂടെ? ഒന്ന് ആലോചിച്ചുകൂടെ? നല്ല കാര്യമല്ലേ? നിങ്ങൾ ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല എന്ന് അള്ളാഹ് പറയുന്നത്. നിങ്ങളുടെ ലങ്സിന് ക്യാൻസർ വരൂലേ? ശരീരത്തിന് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും അതിന്റെ പാസീവ് സ്മോക്കേഴ്സായി മാറല്ലേ? നിങ്ങളുടെ വായുവിന് വരുന്ന ദുർഗന്ധം അവർ മറിയാതെ ശ്വസിക്കുകയല്ലേ? വീടിന്റെ ഉള്ളിൽ അതിന്റെ വായു മലിനപ്പെടുത്തിയില്ലേ? ഇത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. അവർ ദുശ്ശീലമാണെന്ന് നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടോ? സർവ്വ സ്മോക്കി അതിന്റെ പാക്കുകളിലും വളരെ മോശപ്പെട്ട ചിത്രങ്ങൾ കൊടുക്കാറുണ്ട്. മലേഷ്യ ചെന്നപ്പോ കണ്ടു. ഇവിടെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടില്ല. വളരെ വികൃതമായ വ്രണങ്ങൾ വന്ന, ക്യാൻസർ വന്ന വായയുടെ ചിത്രമൊക്കെ വെച്ചിട്ട് ഈ പാക്കറ്റ് എന്നിട്ടും ആൾക്കാർ കൂടുതൽ വാങ്ങിപ്പോണ്ട്. ആ ചിത്രം കണ്ട് അതിനിട്ട് ഓടിപ്പോകും. കൂളായിട്ട് വാങ്ങിപ്പോണ്ട് കുടിച്ചിട്ട് നട്ടുച്ച നേരത്തെ ഈ കത്തുന്ന ചൂടുള്ള സമയത്ത് ശിശുവിക്കുന്ന മനുഷ്യന്മാർ കണ്ടില്ല നിങ്ങൾ? സൂര്യന്റെ ചൂടന്നെ, എന്നിട്ട് പിന്നെ ചൂട് പോരാണ്. സുബ്ഹാനല്ലാഹ്. റമളാനെ കൊണ്ട് ദുശ്ശീലങ്ങൾ നിർത്താൻ പറ്റണമെന്നാ ഇൻഷാ അല്ലാഹ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഡോക്ടർമാർ പറഞ്ഞാൽ ഞങ്ങൾ നിർത്തുന്ന ഉറപ്പാണ്, അല്ലെ? അടിച്ചു പോകും കേട്ടോ. നീ വലി നിർത്തിയിട്ടില്ലെങ്കിൽ എന്റെ അടുത്ത് വരാൻ പാടില്ല എന്നൊക്കെ ഡോക്ടർ പേടിപ്പിച്ച് വിട്ടാൽ നമ്മൾ അപ്പം നിർത്തും. വല്ല വർഗമുണ്ടോ, വല്ല ഡി അഡിക്ഷൻ സെന്റർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കും, അല്ലെ? മുഅ്മിനീങ്ങളിൽ അള്ളാഹുവിന്റെ സജ്ജനങ്ങളിൽ സൽസ്വഭാവങ്ങളാണ് ഉണ്ടാവേണ്ടത്, ദുസ്വഭാവങ്ങൾ വേണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരാൻ ഇതൊരു അവസരം അല്ലാഹു തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് മാറാനുള്ള അവസരമാണ്, മാറ്റത്തിന്റെ അവസരമാണ്. കള്ളൂരിനെ പറ്റി നമ്മൾ പറയില്ല ഇവിടെ. അത് എന്തായാലും നമുക്ക് പാടില്ലാത്ത സംഗതിയാണ്. ചിത്രവലി അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയല്ല. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, അല്ലെ? മറ്റുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതികളാണ്. ധാര നിർത്തിക്കൂടെ? നമുക്ക് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കിക്കൂടെ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ ഒരു ജൂതന്റെ ചരിത്രം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവസരം കിട്ടിയിട്ട് അത് ഒഴിവാക്കി പോവുക, അത് വല്ലാത്തൊരു നഷ്ടമാണ്. ഹിർമാൻ എന്നാണ് പറയാ. വല്ലാത്തൊരു നഷ്ടം സംഭവിച്ച ആളാണ്. അവസരം കിട്ടിയിട്ടില്ല, അത് നഷ്ടപ്പെടുത്തുക. ഖന്തഖ് യുദ്ധം നടക്കാൻ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ ആക്രമിക്കാൻ ഖുറൈശികളും ജൂതന്മാരും പടക്കോപ്പ് കൂട്ടിയപ്പോ മുസ്ലിമീങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ മദീനയുടെ 3 ഭാഗവും മലകളാലുള്ള ചുറ്റപ്പെട്ട മതിൽ പോലെ മലകളുണ്ട്. ഒരു ഭാഗം മദീനയുടെ ഒരു ഭാഗം മാത്രം സഹിലാൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ
തരന്നു കിടക്കുന്ന മണ്ണാണ്. അവിടെ നമുക്ക് ശത്രുക്കളെ തടയണം നോക്കിയാൽ മതി. ബാക്കി 3 ഭാഗത്തും മലകളുണ്ടല്ലോ. അതുകൊണ്ട് മദീനയുടെ ഒരു ഭാഗത്താണ് കടങ്ങ് കുഴിച്ചത്. ഖന്തഖ് യുദ്ധമുണ്ടല്ലോ, നമ്മൾ മദീനത്തേക്ക് പോകുമ്പോൾ ആ ഖന്തഖ് ഉണ്ടായിരുന്ന സ്ഥലം കാണിച്ചു. ഇപ്പൊ ഖന്തഖ് അവിടെ കാണാനില്ല. ആ ഭാഗത്ത് വരെ കടങ്ങ് കുഴിച്ചിരുന്നു. ഒരു ഭാഗത്തെ കടങ്ങ് കുഴിച്ചിട്ടുള്ളൂ, ബാക്കി 3 ഭാഗം മലകളായിരുന്നു. നബി തങ്ങളുടെ മദീനയിൽ തങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന മദീനയിലെ ജൂതന്മാരുണ്ട്, ബനൂ ഖുറൈള ഗോത്രക്കാർ. അവര് നബി തമ്മിൽ കരാറുണ്ട്. ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കെതിരായി നിങ്ങളൊന്നും ചെയ്തേക്കരുത്, നിങ്ങൾക്കെതിരായി ഞങ്ങളും ചെയ്യില്ല, നമ്മൾ നല്ല സഹവർത്തിത്വത്തിൽ പോകണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഖന്തഖ് യുദ്ധം നടക്കുമ്പോ ബനൂ ഖുറൈളക്കാർ നബിയെ അവര് വഞ്ചിക്കുകയാണ് ഉണ്ടായത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ നബിതങ്ങളുടെ ഭാര്യമാരും നബിതങ്ങളുടെ മുഅ്മിനീങ്ങളായ സ്വഹാബിമാരുടെ ഭാര്യമാരും കുട്ടികളും ഒക്കെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയിലുണ്ട്. ജൂതന്മാർ തക്കം കിട്ടിയപ്പോൾ കോട്ടയിലേക്ക് ഇരച്ചു കയറുകയാണ് ഉണ്ടായത്. എവിടെ? നബിയും സ്വഹാബികളും ഖന്തഖ് കാത്തുകൊണ്ടിരിക്കുകയാണ് ശത്രുക്കളെ തടയാൻ. ബാക്കിൽ ജൂതന്മാരുടെ ഫാമിലി ഉണ്ട് മദീനയിൽ. പക്ഷെ അവരൊന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചത്. നബിതങ്ങളെ ശത്രുക്കൾ ആക്രമിക്കാൻ വരികയാണെന്ന് കണ്ടപ്പോൾ ഇവര് വിചാരിച്ചു മുസ്ലിമീങ്ങൾ തകരാൻ പോവുകയാണ്. ജൂതന്മാർ പണ്ടേ എങ്ങനെയാണ്? ഭയങ്കര വഞ്ചന ചെയ്യുന്നവരാണ്. ഹവന എന്ന് പറയാം, വളരെ പെട്ടെന്ന് വഞ്ചിക്കും. തങ്ങൾക്ക് പരാജയം കിട്ടുമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ അല്ലാഹു ശത്രുക്കളെ തുരത്തി ഓടിക്കുകയാണ് ഉണ്ടായത്. കൊടുങ്കാറ്റടിച്ചു. അല്ലാഹു തആല കൊടുങ്കാറ്റടിച്ചു വീശി. ഇത് മനസ്സിലാക്കാതെ ബനൂ ഖുറൈളക്കാർ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ താമസിക്കുന്ന വീട്ടിലേക്ക് കയറി ചെന്നു. മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളും കുട്ടികളും അവിടെയുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കോട്ട വരെ വളഞ്ഞു. നബിതങ്ങൾക്ക് വേദനയായി. നബിതങ്ങൾ വിഷമിച്ചു, ഞങ്ങളെ വഞ്ചിച്ചുവല്ലോ, ഈ വഞ്ചനയ്ക്ക് പകരം ചോദിക്കണമെന്ന് നബിതങ്ങൾ തീരുമാനിച്ചു. യുദ്ധം മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി. ബനൂ ഖുറൈളക്കാരെ മദീനയിൽ നിന്ന് നാട് കടത്തിയ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാറ് പൊളിച്ചതിന്റെ പേരിൽ ചരിത്ര പശ്ചാത്തലം പറയാം. ചരിത്ര പശ്ചാത്തലം സുബൈർ ഇബ്നു ബാത്വ എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അയാൾ ജൂതനാണ്. ഈ ജൂതന്മാരുടെ നേതാക്കന്മാർ മുസ്ലിമീങ്ങൾക്കെതിരെ പടക്കോപ്പ് നയിച്ചു. അല്ലാഹുവിന്റെ ഹബീബും സഹാബികളും അവരുടെ കോട്ടകൾ വളഞ്ഞു. ഇജ്ലാഉ ബനു നദീർ, ബനൂ ഖുറൈള ഗോത്രക്കാർ ബനു നദീർ ഗോത്രക്കാരെ മദീനയിൽ നിന്ന് എക്സ്പൾഷൻ ചെയ്ത ഒരു സംഭവമുണ്ട്. മദീനയിൽ നിന്ന് നാടുകടത്തിയ സംഭവം ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. അതിന്റെ പശ്ചാത്തലം ഇതാണ്. നബിതങ്ങളും സഹാബികളും വളഞ്ഞു, ആഴ്ചകളോളം വളഞ്ഞു. ആ സമയത്ത് ജൂതന്മാരുടെ നേതാവ് ജൂതന്മാരോട് വിളിച്ചു പറയാൻ തുടങ്ങി. കഅബ് ഇബ്നു അസദ് എന്ന് പറഞ്ഞ മനുഷ്യൻ ജൂതന്മാരോട് പറഞ്ഞു, ജൂതന്മാരെ, നമ്മളിപ്പോ ഒരു പ്രത്യേക ഘട്ടത്തിലാണുള്ളത്. മുസ്ലിമീങ്ങൾ നമ്മളെ വളഞ്ഞിരിക്കുകയാണ്. 3 വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്ത് ചെയ്യണം? അനുയായികളൊക്കെ ചോദിക്കാം. കഅബ് ഇബ്നു അസദ് എന്ന് പറയുന്ന ആ നല്ല മനുഷ്യൻ അവർക്ക് ബുദ്ധി തരാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി നന്നാവാൻ അവസരം കൊടുക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജൂതന്മാർക്കറിയാമായിരുന്നു നബി തങ്ങൾ നബിയാണെന്ന്. നബി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന് ജൂത കുടുംബം മദീനയിലേക്ക് വന്നത്. നമുക്കറിയാം ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത് എവിടെയാണ്? ബത്ലഹേമിലാണ്. ബത്ലഹേം എവിടെയാണ്? ഫലസ്തീനിലാണ്. അന്നത്തെ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ സിറിയയുടെ ഭാഗമാണ്. ഷാം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഭാഗമാണ്. ഷാമിലാണ് ഈസാ നബി വന്നത്. മറിയം ബീവി എവിടെയാണ്? സക്കരിയ ബീവി എവിടെയാണ്? സിറിയയിലാണ്, ഇന്നത്തെ സിറിയയിൽ. അപ്പൊ ആ ഏരിയയിലാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായത്, ജൂതന്മാരൊക്കെ ഉണ്ടായത്. അവരിൽ നിന്ന് ജൂത ക്രിസ്ത്യാനി കുടുംബങ്ങൾ എന്തിന് മദീനത്തേക്ക് വന്നു? 2000 കിലോമീറ്റർ യാത്ര ചെയ്ത് വരണം മദീനത്തേക്ക്. എന്തിനാ അവർ വന്നതെന്നറിയോ? അവരുടെ കിതാബിൽ പറഞ്ഞിരിക്കുക, അന്ത്യ റസൂല് വരുന്നുണ്ട്, മലകൾക്കിടയിൽ മരുഭൂമിയിൽ ഈത്തപ്പനയുള്ള സ്ഥലത്ത്. അത് നോക്കി നടന്ന് കണ്ടുപിടിച്ചതാ മദീനയാണ്, യഥിരിവാണ് എന്ന്. അങ്ങനെ വന്ന് താമസാക്കിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഷാം എന്നവരെ എത്ര നല്ല കാലാവസ്ഥയുള്ള നാടാണെന്നോ ഷാം. അറേബ്യൻ ഉപഭൂഖണ്ഡത്തെക്കാളൊക്കെ, ഈ അറേബ്യൻ പെനിൻസുലയേക്കാളൊക്കെ ഏറ്റവും നല്ല സുഖകരമായ തണുപ്പും കാലാവസ്ഥ. ഇപ്പോ ജോർഡാനിൽ ഈ സമയത്തെ ടെമ്പറേച്ചർ 24 ഡിഗ്രിയാണ്. വളരെ മനോഹരമായ. ഇവിടെ നോക്കി, ഇവിടെ 50 ഒക്കെ ഉണ്ടാവും ചിലപ്പോ, അല്ലെ? 45-50 ഒക്കെ ഉണ്ടാവും. അവിടെ 25, 26, 27 ഡിഗ്രി. വളരെ മൈൽഡ് കാലാവസ്ഥയാണ്. എന്തിനതൊക്കെ ഉപേക്ഷിച്ച് മദീനത്തേക്ക് വരണം? അല്ലാഹുവിന്റെ റസൂലിനെ അവർക്കറിയാം, നബിതങ്ങളാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ആ നബിയെ കാത്തിരുന്നവരാണ് അവിടുത്തെ കുടുംബങ്ങൾ. പക്ഷെ നബി വന്നപ്പോ ഞങ്ങൾ വിശ്വസിക്കൂല, ഞങ്ങൾക്ക് ഖുർആൻ വേണ്ട, ഞങ്ങൾക്ക് തൗറാത്ത് മതി. നന്നാവാൻ അവസരം അല്ലാഹു കൊടുത്തു, ഞങ്ങൾ നന്നാവൂല. ഇത് റമളാനിൽ നമുക്ക് സംഭവിക്കാൻ പാടില്ല. ജൂതന്മാരൊക്കെ ചെയ്ത പണി അതാണ്. നന്നാവാൻ അവസരം കയ്യിലല്ല കൊടുത്തപ്പോൾ ഞങ്ങൾ സ്വീകരിക്കൂല.
കഅബ് ഇബ്നു അസ്അദ് എന്ന് പറഞ്ഞ ജൂതന്മാരുടെ നേതാവ് പറഞ്ഞു, നമ്മുടെ മുമ്പിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഈ നബിയെ നമുക്ക് വിശ്വസിക്കാം, നമുക്കറിയുന്ന നബിയല്ലേ, വല്ലാഹി ലഖദ് തബയ്യന ലക്കും ഇൻ അന്നഹു ലനബിയ്യുൻ മുർസൽ, ഇത് അല്ലാഹുവിന്റെ ദൂതരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ, നമുക്ക് മുസ്ലിമാവല്ലേ? കാരണം സ്വഹാബത്തും നബിതങ്ങളും അവരുടെ കോട്ട വളഞ്ഞിരിക്കുകയാണ്. അപ്പൊ നേതാവ് പ്രസംഗിക്കുകയാണ്, അവരോട് എന്ത് ചെയ്യണം? നമുക്കൊന്നുകിൽ മുസ്ലിമാവാം. ഇത് പറഞ്ഞു പറ്റൂല. നമ്മുടെ തൗറാത്ത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒന്നിനും നമ്മൾ ഒരുക്കമല്ല. തൗറാത്തിനും കൈവിടാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ മുസ്ലിമാവില്ല. കഅബ് എന്നവർ പറഞ്ഞു, കഅബ് ഇബ്നു അസ്അദ് പറഞ്ഞു, രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ തരാം, ഇത് നിങ്ങൾക്ക് യോജിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യാൻ മടിക്കുന്നത് നമ്മുടെ ഭാര്യമാരും മക്കളും വീട്ടിലുള്ളത് കൊണ്ടല്ലേ? അവർക്കെന്തെങ്കിലും അപായം പറ്റുമോ, അവരെ നശിക്കുമോ, അവരാരെങ്കിലും കൊല്ലുമോ, ഇത് പേടിച്ചിട്ടല്ലേ നമ്മൾ യുദ്ധത്തിൽ ഇറങ്ങാത്തത്? ഒരു കാര്യം ചെയ്യാ, നമ്മുടെ കുട്ടികളെയും മക്കളൊക്കെ നമുക്കൊന്ന് കൊല്ലാം, എന്നിട്ട് യുദ്ധത്തിൽ ഇറങ്ങാം. നമ്മൾ മരിച്ചാൽ ഓക്കെ, ഒരു ടെൻഷനിൽ നമ്മുടെ മക്കളൊക്കെ ഏതായാലും മരിച്ചിട്ടുണ്ട്, നമ്മുടെ മരണശേഷം മക്കൾക്ക് എന്ത് സംഭവിക്കുന്നില്ല പേടി, ആ പേടിയെ വേണ്ട, മക്കളും പെണ്ണുങ്ങളൊക്കെ നമുക്ക് ആദ്യം കൊല്ലാം. ജൂതന്മാർക്ക് ജൂതന്റെ നേതാവ് പറഞ്ഞു കൊടുക്കാൻ, കഅബ് ഇബ്നു അസ്അദ് എന്നവർ പറഞ്ഞു കൊടുക്കാൻ. നമ്മളെങ്ങാനും മരിക്കാതെ യുദ്ധത്തിൽ രക്ഷപ്പെടുകയാണെങ്കിലോ, നാട്ടിൽ ഒരുപാട് പെണ്ണുങ്ങൾ വേറെ ഉണ്ടല്ലോ, നമുക്ക് വേറെ കല്യാണം കഴിക്കാം. നമ്മുടെ പൊന്നു മക്കളൊക്കെ കൊന്നിട്ട് എന്തിനാ നമുക്ക് ജീവിതം? അത് പറ്റൂല. എന്നാ നിങ്ങൾ മൂന്നാമത്തേത് പിടിക്കണം, മൂന്നാമത്തേത് നിങ്ങൾ എടുത്തോളൂ. ഇത് ശനിയാഴ്ച ദിവസമാണ്. അവർ പറഞ്ഞു ശനിയാഴ്ച ദിവസമാണ്, ഈ രാത്രി ശനിയാഴ്ചയാണ് അല്ലേ? അറബ് കണക്ക് പ്രകാരം ഇന്ന് ശനിയാഴ്ചയില്ലേ? കാസർകോട്ടിൽ പറയുന്ന വാക്കാണത്, വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി. അതാണിപ്പത്. ഈ രാത്രി ശരിക്കും ശനിയാഴ്ചന്റെ ഭാഗ, നാളെ അസ്തമിക്കുന്നതോടുകൂടെ ശനിയാഴ്ച തീരും. ഇത് ശനിയാഴ്ച രാവാണെന്ന് അല്ലേ? ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് ഉച്ചക്ക്. അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ്. കഅബ് ഇബ്നു അസ്അദ് എന്നവർ പറഞ്ഞു, ലൈലത്തുൽ സബ്തി, ഈ രാത്രി ശനിയാഴ്ച രാത്രിയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയും അനുയായികളും ഒരുപക്ഷേ നമ്മുടെ വിഷയം ശ്രദ്ധിക്കാതെ ഒന്നും മയങ്ങിക്കിടക്കുന്നുണ്ടാവും. നമുക്ക് പുറത്തു നിന്നിട്ട് അവരോട് യുദ്ധം ചെയ്തേക്കാം, അവരോട് നന്നായി ശ്രദ്ധിച്ചുകൊള്ളണമെന്നില്ല. നമ്മൾ ആരാധിക്കുന്ന ദിവസമാണിത്, നമ്മുടെ വെള്ളിയാഴ്ച പോലെ ജൂതന്മാരുടെ ശനിയാഴ്ച അവരുടെ ആഴ്ചയിൽ ആരാധനാ ദിവസമാണ്. ഇന്ന് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്ന് മുഹമ്മദ് നബിയെയും അനുയായികളെയും മതിച്ചു കളഞ്ഞാലോ? അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, ശനിയാഴ്ച ദിവസം നമ്മൾ ഈ വേണ്ടാത്തരം ചെയ്യാൻ പറ്റൂല. അതിലും കുറച്ച് ഇമ്മുള്ളവരുണ്ട്. മുമ്പ് നമ്മുടെ വല്യാപ്പമാര് ശനിയാഴ്ച മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് അന്ന് മീൻ പിടിക്കാൻ പോയതിന്റെ പേരിൽ അള്ളാഹു അവരോട് കൂനൂ ഖിറദതൻ ഖാസിഈൻ, നിന്ദന്മാരായി കുരങ്ങുകളായി മാറിക്കോളൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലായിരുന്നോ? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കും, അതും വേണ്ട. കഅബ് ഇബ്നു അസ്അദ് എന്നവർ കുറെ നേരം മിണ്ടാതിരുന്നു. എന്താണ് ഈ സമൂഹത്തോട് പറയാം? കഅബ് ഇബ്നു അസ്അദ് ജൂതന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഫവല്ലാഹി യാ മഅശറ യഹൂദ്, ജൂതന്മാരെ, മാ ബാത റജുലുൻ മിൻകും മുൻദു വലദതുഹു ഉമ്മുഹു ലൈലതൻ മിനദ്ദഹരി ഹാസിമാ, നിങ്ങളിൽ ഉമ്മ പ്രസവിച്ചതിന്റെ ശേഷം ഒരു പുരുഷന് പോലും ധൈര്യമുള്ള ഒരു രാത്രി പോലും കടന്നു പോയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ധൈര്യമില്ലാതായി പോയല്ലോ. ഒന്നുകിൽ മുസ്ലിം ആവണം, അത് നിങ്ങൾ ഒരുക്കമല്ല. എന്നാൽ കുട്ടികളും മക്കളൊക്കെ കൊണ്ടിട്ട് നമുക്ക് യുദ്ധത്തിന് പോവുക, അതിനും റെഡിയല്ല. കുട്ടികളും മക്കളൊക്കെ നിർത്തിയിട്ട് യുദ്ധത്തിന് പോവുക, അതിനും റെഡിയല്ല. നിങ്ങൾക്ക് ഹസ്മില്ലല്ലോ, മനക്കരുത്തില്ലല്ലോ ജൂതന്മാരെ എന്ന് കഅബ് ഇബ്നു അസ്അദ് പ്രസംഗിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു. ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിന്റെ മുമ്പ് ജൂതന്മാരൊരു പണി ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, മുഹമ്മദ് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് എത്താം. ഔസ് ഗോത്രത്തിന്റെ നേതാവുണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മുആദ് എന്നവരും ഞങ്ങളും തമ്മിൽ അടുപ്പമുണ്ട്. സഅദ് എന്നവർ ഇപ്പൊ മുസ്ലിമാണ്. ഇവർ വിചാരിച്ചു ജൂതന്മാരെ സപ്പോർട്ട് ചെയ്തിരുന്ന കുടുംബമാണ് ഔസ് ഗോത്രം, മദീനയിലെ ഔസ് ഗോത്രക്കാർ. ഔസിന്റെ നേതാവാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവര് പറഞ്ഞു, സഅദ് ഇബ്നു മുആദ് എന്നവർ വരട്ടെ, അവരൊരു തീരുമാനം പറഞ്ഞാൽ ഞങ്ങൾ ഒരുക്കമാണ് സ്വീകരിക്കാന്ന് പറഞ്ഞു. കോട്ടയിൽ നിന്നവരെ പിടിച്ചിറക്കണോ, അവർക്ക് മാപ്പ് കൊടുക്കണോ, അവരെ വധിക്കണോ, എന്താ ചെയ്യേണ്ടത്? നബിതങ്ങൾക്കെതിരെ വഞ്ചിച്ച ആളുകളാണ് ഇവര്. അവരെയാണ് നബിതങ്ങൾ വളഞ്ഞിരിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾക്ക് ചില സമയത്ത് ഇങ്ങനെ മിലിറ്ററി ആക്ഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ജീവിച്ച സമൂഹം അത്രയും നബിയെ ബുദ്ധിമുട്ടാക്കിയിരുന്നു. കരാറ് ലംഘിച്ചാൽ നബിക്കത് സഹിക്കാൻ പറ്റൂല, അതാണ് വിഷയം. വാക്ക് പാലിക്കാതിരുന്ന തങ്ങൾ സഹിക്കൂല.
നിബിധങ്ങൾ ഉണ്ടായിരിക്കെ, അള്ളാഹുവിന്റെ ഹബീബ് അവിടെ ഉണ്ടായിരിക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ വിധി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, നബി പറഞ്ഞു ഞങ്ങൾ കേൾക്കൂല, നിങ്ങളും അംഗീകരിക്കുന്ന സഅദ് ഇബ്നു മുആദ് അൻസാരിയാണ്, ഔസുകാരനാണ്, ഔസ് ഗോത്രക്കാരനാണ്. സഅദ് ഇബ്നു മുആദ് എന്ന അൻസാരികളുടെ നേതാവ് വരട്ടെ, അവർ പറയുന്ന തീരുമാനം ഞങ്ങൾ സ്വീകരിക്കാൻ ഒരുക്കമാണ്. നബിയെ നിങ്ങൾ ഒരുക്കാണോ? തങ്ങൾ പറഞ്ഞു എനിക്കും ഒരുക്കമാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന് അസുഖം ബാധിച്ച് കിടക്കാണ്, കാല് മുറിഞ്ഞു കിടക്കുക, വീട്ടിൽ കിടക്കാണ്. ബഹുമാനപ്പെട്ട വീട്ടിലേക്ക് അൻസാരികളായ ആളുകൾ ചെന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിനെ മരത്തിന്റെ പലകയിൽ കിടത്തിയിട്ട് കൊണ്ടുവരാൻ, എങ്ങോട്ട്? ഒട്ടകപ്പുറത്ത് കയറ്റാൻ നബിയുടെ അടുത്തേക്ക് കൊണ്ടുവരണം, അവരുടെ ഖൈബറിലേക്ക് കൊണ്ടുവരണം. നബിതങ്ങൾ നാട് കടത്തിയിട്ടുള്ള ആ സ്ഥലത്തേക്ക് ജൂതന്മാരെ നാട് കടത്തി ഖൈബറിലേക്ക് അവരെ കൊണ്ടുവരാൻ ഒട്ടകപ്പുറത്ത് നമ്മൾ ആംബുലൻസിലെ കൊണ്ടുവരൂലേ എന്ന പോലെ കൊണ്ടുവരാൻ സഅദ് തങ്ങളെ കടത്തി കൊണ്ടുവന്നു. സഅദ് തങ്ങളോട് ഇറങ്ങിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചപ്പുറത്തിരിക്കുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു വിഷമായി, റബ്ബേ നബിതങ്ങൾ ഉണ്ടായിരിക്കെ ഞാൻ എങ്ങനെയാ വിധി പറയാം, മോശല്ലേ? സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, താഴെ ഇറങ്ങി. ഓക്കെ അൽഹംദുലില്ലാഹ്. ഒരു 1:45 വരെയൊക്കെ സമയം എന്നാ പറഞ്ഞത്, നിങ്ങൾ കേട്ടത് പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അതെ, നമുക്ക് പറ്റാത്ത സംഗതിയാണല്ലോ. അപ്പോ അൽഹംദുലില്ലാഹ് കുറച്ച് സമയം കിട്ടുമ്പോൾ ഇത്രയും ഒരുക്കി ഒരു വലിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടായി. നമ്മൾ ആ ഹാളില് ലാൻഡ്മാർക്കിലെ ചൂടത്തിൽ കിടക്കാൻ നല്ലത് ഇവിടെ തോന്നുന്നുണ്ടല്ലേ? അങ്ങനെയാണ് നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടുമോ? എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ഇവിടെ പരിപാടി നടത്താൻ പറ്റുമോ? അതെ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന സഹായത്തിനനുസരിച്ചിരിക്കുന്ന പറഞ്ഞത്. അങ്ങനെയാണ് നമുക്ക് അവിടെ നിൽക്കാനിരിക്കാനും പറ്റാതെ. ഇത് മൈക്കൊക്കെ നല്ല റാഹത്തുണ്ട് അൽഹംദുലില്ലാഹ്. അത് പറഞ്ഞ മൈക്ക റാഹത്തുണ്ട്, നമ്മൾ പറയാൻ റാഹത്തുണ്ടാവുള്ളൂ. നമുക്ക് കേൾക്കാൻ നല്ല കുശലിരിക്കലെങ്കിൽ വേണമെങ്കിൽ ഉറങ്ങും ചെയ്യും. ഞങ്ങൾ പറയുമ്പോൾ ഒരു കുഴപ്പമില്ല. നിങ്ങൾ കേട്ട് വന്നില്ലേ അൽഹംദുലില്ലാഹ്, എന്നെ വലിയ കാര്യമല്ലേ. ആർക്കപ്പോൾ നോമ്പ് ഞാൻ ഇപ്പോൾ അത് പറയാണ്ടായിട്ടാ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ആഗ്രഹമുള്ള സമയമാണ്. നിങ്ങളും ഒരുപാട് ടയർഡായിട്ടാണ് ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എത്ര അതിന് വാടക? എത്ര വാടക? 15,000 ദിർഹംസ് ആണല്ലോ ഈ ഹാളിന്റെ വാടക. കുറച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചാല് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീടുള്ള പ്രോഗ്രാമുകൾ ആശ്വാസത്തിൽ ഇരിക്കാൻ പറ്റുന്ന രീതി. അതുകൊണ്ട് നിങ്ങൾ കണ്ടറിഞ്ഞ് കൊടുത്തോളൂ. എത്രയാണെന്ന് ഞാൻ പറയണില്ല. ഈ വല്ല ബാക്കി വന്നാൽ അടുത്തേക്ക് കൊടുക്കാലോ ഇൻഷാ അല്ലാഹ്. കണക്ക് പറയട്ടോ, എത്രയാണ് നമ്മൾ കണക്ക് തിരിച്ചുകൊണ്ടൊരു മുങ്ങണ ഏർപ്പാട് നമ്മൾ ആർക്കില്ല. അതെന്ത് ചെയ്യും, കൃത്യമായിട്ട് പറഞ്ഞത് എത്രയുള്ളത് എത്ര ബാക്കിയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. 15 ആളായിരം തന്നാൽ തീരാവുന്ന വിഷയമുള്ളൂ അല്ലേ? 15 ആളായിരം തന്നാൽ തീരൂല്ലേ? എങ്കിലും 30 ആൾ 500 വെച്ച് തന്നാൽ തീരുന്ന വിഷയമുള്ളൂ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമുക്കൊരു സൗകര്യപ്പെട്ടില്ലേ? അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. ഇത് ഒരുപാട് ആളുകളുടെ അധ്വാനമാണ്, ഒരുപാട് ആളുകളുടെ പ്രവർത്തനമാണ്, ഒരുപാട് ആളുകളുടെ സമ്പാദ്യമാണ്. അള്ളാഹു ഇതിലൊക്കെ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരവസരം തന്നിട്ട് നഷ്ടപ്പെടുത്തിയ ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു വന്നിരിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു വന്നു. അപ്പോ കുറച്ചാളുകൾ വന്നിട്ട് സഅദ് തങ്ങളുടെ ചെവിയിൽ വന്ന് പറഞ്ഞു കൊടുത്തു, സഅദേ, അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇരിക്കുന്നുണ്ട്. നബി തങ്ങളുടെ തീരുമാനം വേണ്ട, നിങ്ങളുടെ തീരുമാനം മതി എന്ന് നബി പോലും സമ്മതിച്ചത് ഈ ജൂതന്മാർക്ക് അനുകൂലമായി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ജൂതന്മാർക്ക് എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടൊരു വിധി പറഞ്ഞേക്കണം കേട്ടോ. സാധനങ്ങൾ ഇവരൊക്കെ കൊല്ലണമെന്ന് പറഞ്ഞാൽ കൊല്ലും, അതാണ് അവിടുത്തെ അവസ്ഥ. സാധനങ്ങൾ അത്രയും ക്രിമിനലുകളെ പിടിച്ചു വെച്ചിട്ടുള്ളത്. നിബിധങ്ങൾക്കെതിരെ പ്ലോട്ട് ചെയ്തവർ, മദീനയിൽ നിബിധങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞ് നിബിധങ്ങളുടെയും അവിടുത്തെ കുടുംബവും മുസ്ലിമീങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ പീഡിപ്പിച്ചവർ, അവരുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയായവർ, വഞ്ചിച്ചവർ, അവരെയാണ് നിബിധങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് റളിയല്ലാഹു തആല അൻഹു കണ്ട് ഇറങ്ങി വരികയാണ്. ഒട്ടകപ്പുറത്ത് ഇറങ്ങിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഖൂമൂ ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ ഈ ഒരു ഹദീസ് ഉലമാ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആ നബി തങ്ങൾ പറയാറുണ്ട്, ഞാൻ വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുത്. തങ്ങളുടെ ഏറ്റവും നല്ല സൽസ്വഭാവമാണ് തങ്ങളെ പറയുന്നത്. സ്വഹാബികൾ ബഹുമാന പുരസ്സരം എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെന്ന്. നബിയുടെ കൽപ്പന എഴുന്നേൽക്കരുതെന്ന്. പക്ഷേ ആ കൽപ്പന അംഗീകരിക്കണോ, അച്ചടക്കം പാലിച്ച് എഴുന്നേൽക്കണമോ? സ്വഹാബത്തെ ചിന്തിച്ചു. അവർ മനസ്സിലാക്കി, ബഹുമാനിക്കലാണ് വേണ്ടത്, എഴുന്നേൽക്കലാണ് ബഹുമാനമെങ്കിൽ, എഴുന്നേൽക്കാതെ ഇരിക്കലാണ് ബഹുമാനമെങ്കിൽ അതായിക്കോട്ടെ. നബി തങ്ങൾ പറയാം, ഖൂമൂ ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് തങ്ങളായി വന്നിരിക്കുന്നത്, എഴുന്നേറ്റ്
നിങ്ങളുടെ നേതാവിനെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ വലിയ നേതാക്കന്മാരൊക്കെ എഴുന്നേറ്റ് നിന്ന് കൊടുക്കൂലേ? നമ്മൾ പറഞ്ഞത് ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് വന്നിരിക്കുകയാണ്, എഴുന്നേറ്റ് നിന്ന് കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വന്നു. ബനൂ ഖുറൈള ഗോത്രക്കാരപ്പുറത്തുണ്ട്, അസ്ഹാബുകളും ഇപ്പുറത്തിരിക്കുന്നു. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജൂതന്മാരെ, ഞാൻ പറയുന്ന തീരുമാനം നിങ്ങൾക്ക് പൊരുത്തമാണോ? ഞാൻ എന്ത് തീരുമാനം എടുത്താൽ നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിച്ചു. തീർച്ചയായും നിങ്ങൾ എന്തോ പറഞ്ഞാൽ നിങ്ങൾ പൊരുത്തമാണെന്ന് പറഞ്ഞു. നിബിതങ്ങളോട് നബിയെ നിങ്ങൾക്ക് പൊരുത്തമാണോ എന്ന് ചോദിക്കാൻ സാധ്യതങ്ങൾക്ക് ധൈര്യം വന്നില്ല. നബിയോട് ഇങ്ങനെ ഇത് ചോദിക്കുക, ഈ ഭാഗത്തുള്ളവർക്കോ എന്ന് ചോദിച്ചു. നിബിതങ്ങൾ പറഞ്ഞു, നഅം, ഞങ്ങൾക്കും പൊരുത്തമാണ്. സാദേ, നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാനും സ്വീകരിക്കാം. വലിയൊരു നേതാവ് ഒരു ചെറിയ നേതാവിനെ അംഗീകരിക്കുന്നതും അവർക്ക് അംഗീകാരം കൊടുക്കുന്നതും, ഇത് ഒരുപാട് പാഠങ്ങളാണ് നബിയുടെ ജീവിതം. ഒരു സ്റ്റേറ്റ് നേതാവ് വന്നിരിക്കുകയാണ്, അപ്പോൾ ജില്ലാ നേതാവിനെ സ്റ്റേറ്റ് നേതാവ് ബഹുമാനിക്കണം, അതൊരു നല്ല കാര്യമല്ലേ? സ്റ്റേറ്റ് നേതാവിനെ ഇപ്പൊ എല്ലാവരും ബഹുമാനിക്കൂലേ? മണ്ഡല നേതാവുണ്ട് അവിടെ, KMCC ആയിക്കോട്ടെ, നമ്മുടെ സുന്നി സെൻട്രൽ കമ്മിറ്റി ആയിക്കോട്ടെ, SKSFന്റെ കമ്മിറ്റിക്കാരായിക്കോട്ടെ, അല്ലെ? ഒരു ചെറിയ നേതാവിനെ വലിയ നേതാവ് ബഹുമാനിക്കുക ഇന്നിപ്പം ഇല്ലാത്ത സംഗതിയാണ്. നബിതങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തിന് ഞാൻ ഒരുക്കമാണ് എന്ന് തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ ഒരു വിനയവും താഴ്മയും നോക്കണം. സഅദ് റളിയല്ലാഹു തആല അൻഹു പറയാൻ തുടങ്ങി. സഅദ് തങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ കണ്ണുവീഴ്ച നോക്കി നിന്നു. ഇന്നി അഹ്കുമു ഫീകും അൻ യുഖ്തലൽ മുഖാതില വതുസ്ബൽ നിസാഉ വൽ മുർദിയ വതുഖ്സമ അംവാലുഹും. ലോകപ്രസിദ്ധമായ ഒരു സംഭവത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു തീരുമാനം പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കാമെന്ന് ജൂതന്മാരും മുസ്ലിമീങ്ങളും പറഞ്ഞിരിക്കെ സഅദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. അവിടെ സഅദ് തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇന്നി അഹ്കുമു ഫീഹിം, ഈ ജൂതന്മാരെ കുറിച്ച് എന്റെ വിധി, അൻ യുഖ്തലൽ മുഖാതില, ആരൊക്കെയാണോ സ്വഹാബത്തിനോട് യുദ്ധം ചെയ്യാൻ വന്നത് അവര് വധിക്കപ്പെടുക തന്നെ വേണം. ഞെട്ടിപ്പോയി അവര്, ഇത് പറയുന്നത് വിചാരിച്ചില്ല. മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ സ്വന്തം മക്കളെ വരെ കയ്യിൽ പിടിച്ചു വന്ന പെണ്ണുങ്ങളെ അവരെ ബന്ദികളാക്കി പിടിക്കപ്പെടണം. ഇവരുടെ സമ്പത്തുകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടണം. ഒരുത്താണോ? കുഴപ്പമില്ല, അവർ ആദ്യം പറഞ്ഞു പോയില്ലേ ഒരുത്താണ്, ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. സഅദ് റളിയല്ലാഹു അൻഹു തീരുമാനം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്വീകരിച്ചു. അവർ ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക? സാധങ്ങൾ അങ്ങനെ പറയുന്ന ജൂതന്മാരെ വിചാരിച്ചില്ല. അവർ വിചാരിച്ചു എന്തെങ്കിലൊക്കെ ഒരു ഇളവ് തരും. സാധങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? മുത്ത് റസൂലിനെ വധിക്കാൻ അവർ തീരുമാനിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളും സഹാബികളും ഈ ജൂതന്മാരുടെ മുമ്പിൽ വന്നിട്ട് ഒരു വിഷയത്തിൽ ഇടപെടാൻ നിൽക്കുമ്പോ നബിതങ്ങളുടെ മതിലിലേക്ക് ചാരി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, പൊന്നാര ചങ്ങാതി, ഈ നബിയെ കൊല്ലാൻ കിട്ടിയ സമയമാണിത്. ഒരു പാറക്കല്ലെടുത്തിട്ട് നീ മേലക്കയറ്, വീടിന്റെ മേലക്കയറ്, തലേക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ മരിച്ചു പോവാള്. ഇങ്ങനെ നമുക്കിനി അവസരം കിട്ടൂല. നബിയെ വിളിച്ചു വരുത്തി, സഹായം നബിയെ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ജൂതന്മാർ ചെയ്ത പണി ഇതാണ്. പാറക്കല്ലുമായി രണ്ട് ദുഷ്ടന്മാർ പുരയുടെ മുകളിലേക്ക് കയറാൻ, ആ പുരയുടെ ചുമരിലേക്ക് ചാരി നിൽക്കുകയാണ് നബി സല്ലല്ലാഹു. ചാരിയിരിക്കുകയാണ്, വെയിലത്താണ്. അവര് വിളിച്ചു വരുത്തിയതാണ് നബിയെ. തങ്ങൾ ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പാറക്കല്ല് മേലേക്ക് എത്തിയപ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, നബിയെ എഴുന്നേൽക്കണം, നബിയെ പോകണം, നബിയെ പെട്ടെന്ന് പോകണം. അലി റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നവരോടുണ്ട്, അവരോട് പോലും ഞാൻ പോവുകയാണെന്ന് പോലും പറയാതെ നബി തങ്ങൾ ഇറങ്ങിപ്പോയി അവിടെ നിന്ന്. അവർ പിന്നാലോടി, നബി എങ്ങോട്ടായി പോകുന്നത് റബ്ബേ ഞങ്ങളൊന്നും പറയാതെ. നബിതങ്ങൾ പറഞ്ഞു, ഒന്ന് പോയി നോക്കണം അലിയെ, അവര് വീടിന്റെ മുകളിൽ പാറക്കല്ല് കയറ്റി വെച്ചിട്ടുണ്ടോ? ചെന്ന് നോക്കുമ്പോ വലിയൊരു പാറക്കല്ല്. എന്നോട് ജിബ്രീൽ പറഞ്ഞു അലൈഹിസ്സലാം, നബിയെ നിങ്ങളെ കൊല്ലാൻ അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കണം. ഈ പണിയൊക്കെ ചെയ്യുന്ന ജൂതന്മാരെ നബിതങ്ങൾ വെച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബിഹുക്മിൽ മലികി മിൻ ഫൗഖി സബ്അതി അർഖഅഹ്. നബിതങ്ങൾ പറഞ്ഞു, ലഖദ് ഹകംത ഫീഹിം ബിഹുക്മിൽ മലിക് മിൻ ഫൗഖി സബ്അതി അർഖഅഹ്. 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് രാജാവായ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ തീരുമാനം എന്താണോ അത് തന്നെയാണ് സഅദേ നിങ്ങളുടെ നാവിലൂടെ അല്ലാഹു പറയിപ്പിച്ചത്. അല്ലാഹുവിന്റെയും തീരുമാനം അതായിരുന്നു, ഇവരെ വിടാൻ പറ്റില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനമെടുത്തു. അവരെ നബിയോടും സ്വഹാബത്തിനോടും യുദ്ധം ചെയ്തവരെ വധിക്കപ്പെടണമെന്നും അവരുടെ പെണ്ണുങ്ങളും കുട്ടികളും ബന്ദികളായി പിടിക്കപ്പെടണമെന്നും അവരുടെ സമ്പത്ത് വീതിക്കപ്പെടണം മുസ്ലിമീങ്ങൾക്കിടയിൽ, അത് മുസ്ലിമീങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്നും സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വിധി ജൂതന്മാരും അംഗീകരിച്ചു, മുസ്ലിമീങ്ങളും അംഗീകരിച്ചു. അങ്ങനെ അവരുടെ നേതാക്കന്മാരെ പിടിച്ചുകൊണ്ടുവരുമ്പോ അവരിലുണ്ടൊരു നേതാവ്, കണ്ണ് കാണാത്ത പ്രായം ചെന്നൊരു മനുഷ്യൻ. അയാളാണ് വിഷയം. സുബൈർ ഇബ്നു ബാത്ത എന്നാണ് ആ മനുഷ്യന്റെ പേര്. സുബൈർ ഇബ്നു ബാത്ത കണ്ണ് കാണാത്ത ആളാണ്, വളരെ പ്രായം ചെന്ന ആളാണ്.
സുബൈർ ഇബ്നു ബാത്തായെയും പിടിച്ചുകൊണ്ടുവന്നു. സുബൈർ ഇബ്നു ബാത്തയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവരുമ്പോ ആ മനുഷ്യൻ അദ്ദേഹത്തെ കൊണ്ടുവരാണ്. ആ മനുഷ്യനാണെങ്കിലോ നബിതങ്ങളാണ് സത്യനബി എന്ന് ആദ്യമേ ബോധ്യപ്പെട്ട മനുഷ്യനാണ്. കാരണം അന്ന് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ അദ്ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുവന്നപ്പോ കണ്ണു കാണാത്ത ആ വാർദ്ധക്യത്തിൽ തന്നെ ആകാശത്തേക്ക് നോക്കിയിട്ട് കൂട്ടുകാര് പറഞ്ഞു, ആകാശത്ത് ചമന്ന ഒരു നക്ഷത്രം കാണുന്നുണ്ടല്ലോ എന്ന് ഈ സുബൈർ ഇബ്നു ബാത്തായോട് പറഞ്ഞപ്പോ, ചമന്ന ഒരു നക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു രാത്രി അദ്ദേഹം പറഞ്ഞു, ചമന്ന നക്ഷത്രമോ? അതെ, ഈ ലോകത്തേക്ക് വരുന്ന ഒരു നബി പ്രത്യക്ഷപ്പെട്ടാലേ ആ ചമന്ന നക്ഷത്രമോടെ ഉദിച്ചുവരുകയുള്ളൂ എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി അഹ്മദ് എന്ന് പറയുന്ന നബി അല്ലാതെ അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ പേരാണ് അഹ്മദ്, നബി തങ്ങൾക്ക് അബ്ദുൽ മുത്തലിബിന്റെ പേരാണ് മുഹമ്മദ്. ആ അഹ്മദ് എന്ന നബിയാണ് ബാക്കിയുള്ളത്. ഈ മദീനയിലേക്കാണ് അഹ്മദ് എന്ന നബി ഹിജ്റ ചെയ്തു വരിക. അത് ഗുലാം അഹമ്മദ് ഖാദി എന്ന് പറയുന്നത് മൂപ്പര് ബംഗ്ലാദേശിൽ നിന്ന് ലണ്ടൻക്ക് ഹിജ്റ പോയത്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ എന്ന ഈ അഹ്മദാണ് മദീനയിലേക്ക് ഹിജ്റ വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാൽ സൃഷ്ടികളാൽ, അനുയായികളാൽ, ശത്രുക്കളാൽ ഒക്കെ പ്രശംസിക്കപ്പെട്ടവർ എന്നാണ് മുഹമ്മദ് എന്ന വാക്കിനർത്ഥം. അഹ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്നവർ, അത് മുഹമ്മദ് നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് കണ്ണു കാണാത്ത കാലത്ത് ആകാശത്തൊരു ചമന്ന നക്ഷത്രം കണ്ടപ്പോ ഒരു അന്ത്യ റസൂൽ വരുമ്പോഴാണ് ഈ നക്ഷത്രം പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ഇനി ഒരു അന്ത്യ റസൂൽ ഉള്ളത് അഹ്മദ് എന്ന നബി മാത്രമാണ് ബാക്കിയുള്ളത്. അവർ നബിയായി വന്നിട്ടുണ്ടായിരിക്കണം മക്കയിൽ. പക്ഷേ മഹാജുറു, ഇവിടെയാണ്, ഇങ്ങോട്ടാണ് അവർ ഹിജ്റ ചെയ്ത് വരുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്ന ഈ കണ്ണു കാണാത്ത സുബൈർ ഇബ്നു ബാത്ത അവരെ പിടിക്കപ്പെട്ടു. കാരണം അദ്ദേഹം യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല, പക്ഷേ മെന്റൽ സപ്പോർട്ട്, ഐഡിയകൾ പറഞ്ഞു കൊടുത്തു, ആയുധം കൊടുത്തിരുന്നു ജൂതന്മാർക്ക് യുദ്ധം ചെയ്യാൻ. കണ്ണു കാണാത്ത മനുഷ്യനാ, പക്ഷെ ഭയങ്കര ദേഷ്യമായിരുന്നു മുസ്ലിമീങ്ങളോട്. അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ മക്കയിൽ ഒരുപാട് സഹായിച്ചിരുന്ന ആളായിരുന്നു സുബൈർ ഇബ്നു ബാത്ത. യഹൂദിയാണ്, പക്ഷേ ജാഹിലിയ കാലത്തെ ഇസ്ലാമിന്റെ മുമ്പ് മദീനയിൽ തന്നെ, മക്കയിലല്ല മദീനയിൽ, സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് സഹായിച്ചിരുന്ന ആളാണ് സുബൈർ ഇബ്നു ബാത്ത. അപ്പോൾ സഹായം ചെയ്യണം, പാവല്ലേ എന്ന് വിചാരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നു. നബി തങ്ങളോട് ചെന്ന് പറഞ്ഞു, പൊന്നാര നബിയെ സുബൈർ ഇബ്നു ബാത്തയെ എനിക്ക് ഇന്ന് രക്ഷപ്പെടുത്തണമെന്നുണ്ട്. കണ്ണു കാണാത്ത ഒരുപാട് പ്രായമായിട്ടുണ്ട്. മഹാനായ സ്വഹാബി സാബിത്ത് റളിയല്ലാഹു അൻഹു, സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ്, ഒരുപാട് ശബ്ദം ഉയർച്ചയുണ്ടായിരുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ശബ്ദമുയർത്തി സംസാരിക്കരുത് എന്ന് ആയത്തിറങ്ങിയപ്പോ വീട്ടിൽ പോയി കരഞ്ഞിരുന്ന സ്വഹാബിയാണ് അവര്. ഹബ്ബേ, എന്നെ പറ്റിയാണോ? നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, എന്റെ നബിയെക്കാളും ഉച്ചത്തിൽ സംസാരിച്ചാൽ, എനിക്കാണെങ്കിലോ ശബ്ദം കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചിരുന്ന സ്വഹാബിയാണ് ഈ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ കണ്ണു കാണാത്ത സുബൈർ ഇബ്നു ബാത്തയുമായി ഇസ്ലാമിന്റെ മുമ്പ് നല്ല അടുപ്പത്തിലായിരുന്നു. അപ്പൊ ചെന്നിട്ട് ശബ്ദത്തിന് ചോദിച്ചു, യാ സുബൈർ ഹൽ തഅരിഫുനി, സുബൈർ നിങ്ങൾക്ക് എന്നെ അറിയുമോ എന്ന് ചോദിച്ചു സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ശബ്ദം ഇങ്ങനെ മനസ്സിലായി. കണ്ണു കാണാത്തവർക്ക് ശബ്ദം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ശബ്ദം ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, വഹൽ യജ്ഹലു മിസ്ലി മിസ്ലക്, നിന്നെപ്പോലാത്ത ഒരാൾ അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? അൻത സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ്, നീ സാബിത്ത് ഇബ്നു ഖൈസ് അല്ലേ എന്ന് ചോദിച്ചു. നഅം, സുബൈർ, നിങ്ങൾ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്ത ആളല്ലേ, ഞാൻ തിരിച്ചു നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ കരീമ യജ്സിൽ കരീം, മാന്യനായ ആൾ മാന്യത കൊണ്ട് പകരം കൊടുക്കുന്നവനാണ്. ഇത്രേ പറഞ്ഞുള്ളൂ. സാബിത്ത് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇത് പ്രായമായൊരു മനുഷ്യനാണ് നബിയെ. ഇസ്ലാമിൽ വരുന്നതിന്റെ മുമ്പ് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിരുന്ന ആളാണ്. ആ മനുഷ്യനെ വെറുതെ വിടണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു നബിയെ. അശ്ഫഉ ലഹു, ഞാൻ അങ്ങേക്ക് ശുപാർശ ചെയ്യുകയാണ് നബിയെ. ഇസ്ലാമിൽ ഈ വാസ്താക്ക് എന്ന് പറയില്ല, അറബികളൊക്കെ ചെയ്യുന്ന പണി, അത് വലിയ കൂലുള്ള കാര്യമാണെന്ന്. ഇശ്ഫഉ, നിങ്ങൾ എന്ത് ചെയ്യണം?
വാസ്താക്കി കൊടുക്കണം, ഷഫാഅത്ത് ചെയ്ത് ശുപാർശ ചെയ്ത് കൊടുക്കണം എന്നാണ്. നമ്മൾ ഒരാളോട് പറഞ്ഞ കേൾക്കുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മനുഷ്യനോടൊന്ന് ഇടപെട്ട് കൊടുക്കണം. നിങ്ങൾ ഇയാൾക്ക് എന്ത് ജോലി കൊടുക്കേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇളവ് കൊടുക്കേ, എന്തെങ്കിലുമൊക്കെ വാടക കുറച്ചു കൊടുക്കേ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ചെയ്തു കൊടുക്കണം എന്നാണ്. അത് ഒരാളുടെ ശുപാർശ വളരെ താഴേക്കിടയിലുള്ള ഒരാൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റും. വലിയ VIP ആളാണ്, പക്ഷെ ചെറിയൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന. ചിലപ്പോൾ ആ ശുപാർശ കേട്ടില്ല, റിജക്റ്റ് ആയി പോയി എന്നാലും ചെയ്തു കൊടുക്കാന്നാ. ബരീറ ബീവിയുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തുകളിൽപ്പെട്ട ഒരു മഹദിയാണ്, അടിമപ്പെണ്ണായിരുന്നു. ബരീറ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്തു കൊടുത്തു. ബരീറ ബീവിയുടെ വാ ബരീറ എന്ന് പറഞ്ഞ് ബരീറ ബീവിയുടെ പുതിയാപ്പിള. ബരീറ ബീവി അടിമ സ്ത്രീയായിരുന്നു, പുതിയാപ്പിളയും അടിമയാണ്. ബരീറ ബീവിക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പൊ പറഞ്ഞു എനിക്കിന്റെ പുതിയാപ്പിള വേണ്ടാന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? സ്വാതന്ത്ര്യമുണ്ട്, എന്റെ ഭർത്താവ് സ്വതന്ത്രനല്ലല്ലോ, അതുകൊണ്ട് എന്റെ ഭർത്താവിനെ വേണ്ടാന്ന് പറഞ്ഞു. ഭർത്താവ് പിന്നാലെ നടന്ന് യാ ബരീറ യാ ബരീറ എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിങ്ങനെ കരയണത് കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, ആ ഭർത്താവിന്റെ ഒരു സ്നേഹയെ ഭാര്യയോട്, ഭാര്യ പറഞ്ഞു എനിക്കുള്ള വേണ്ട. അടിമ സ്വതന്ത്രയായി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഖിയാറുണ്ടെന്നാണ്, വേണമെങ്കിൽ സ്വതന്ത്രനായ പുതിയാപ്പിളെ കെട്ടാൻ, അടിമയെ വേണ്ടെന്ന് പറയാം. നബി തങ്ങൾ ബരീറയോട് പറഞ്ഞു, ബരീറ നിങ്ങളുടെ പുതിയാപ്പിളെ നിങ്ങൾക്ക് തിരിച്ചെടുത്തൂടെ എന്ന് ചോദിച്ചു. നബിയെ അങ്ങ് എന്നോട് കൽപ്പിക്കുകയാണോ? അല്ല, ബൽ അന ശാഫിഉൻ, ഞാൻ ശുപാർശ ചെയ്യുകയാണ്. എന്നാ നബി എനിക്ക് വേണ്ട. നബി തങ്ങൾ ചെയ്ത ഒരു ഷഫാഅത്ത്, ഒരു ശുപാർശയെ ബരീറ ബീവി റളിയല്ലാഹു അൻഹ വേണ്ടാന്ന് റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതും സാരല്ല. എപ്പം വല്ല റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ എഴുതി കൊടുത്തെന്ന് വരും, അത് കച്ചറയ്ക്ക് ചാടിയെന്ന് വരും, അതൊന്നും സാരല്ല. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് പഠിക്കാനുള്ള പാഠം അതാണ്, സഹായിച്ചു കൊടുക്കാൻ. സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയാണ്, സാബിത്ത് എന്നവർ, നബിയെ ഈ കണ്ടു കാണാത്ത മനുഷ്യനുണ്ടല്ലോ, അയാൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം, അയാളെ വിട്ടേക്കണം നബിയെ, അയാളെ വധിക്കണ്ട എന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. ഇത് പറഞ്ഞപ്പോഴേക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പോയിക്കോട്ടെ, സുബൈർ ഇബ്നു ബാത്വായെ വിട്ടയക്കാം. ജൂതനാണ് ആള്, കണ്ടു കാണാത്ത ആളാണ്, വിട്ടയക്കാം. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, അബ്ശിർ യാ സുബൈർ, സുബൈറെ സന്തോഷിച്ചോളൂ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് മാപ്പ് വന്നിരിക്കുന്നു, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ കൈപിടിച്ച്, അദ്ദേഹത്തിന് നടക്കാൻ വയ്യ, കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോവാൻ. സാബിത്ത് റളിയല്ലാഹു അൻഹു ഇയാൾ നടന്നു പോകുമ്പോ അയാൾ അവിടെ നിൽക്കുന്നു. സാബിത്ത് അങ്ങ് ചോദിച്ചു, എന്തേ നിൽക്കുന്നത്? എന്താണ് ഈ മനുഷ്യൻ ചെയ്യാൻ പോണെന്ന് അറിയില്ല. അദ്ദേഹം പറയാണ്, സാബിത്തെ, ഈ പ്രായമായ ഞാൻ, എന്റെ മക്കളോ എന്റെ കുട്ടികളോ കൂടെ ഇല്ലാതെ ഞാൻ മാത്രം ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം സാബിത്തെ? എന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഈ ചെറപ്പുള്ളികളിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികളെ മക്കളൊക്കെ വിട്ടേക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്തു തരാം. നിങ്ങളോട് നിൽക്കി ഉടനെ പോയി നബിയെ. ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഈ വൃദ്ധനായ ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട എന്ത് കാര്യം? എന്റെ കുട്ടികളും മക്കളും വേണ്ടേ? ഇവരങ്ങൾ പറഞ്ഞു, അത്തുലിഹു സൗജതഹു ഔലാദ, മക്കളെയും ഭാര്യയും വിട്ടയച്ചേക്കണം. എല്ലാരും കൂടി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പോവാണ്. പെട്ടെന്ന് നിന്നു. എന്തേ ഇനി പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു. സാബിത്ത് ഇബ്നു ഖൈസ്, ഞാനും എന്റെ കുട്ടിയും എന്റെ ഭാര്യയും, എന്റെ കുട്ടികളും ഞാനും എന്റെ ഭാര്യയും, ഞങ്ങൾ മാത്രം രക്ഷപ്പെടേണ്ട കാര്യം, തിന്നാൻ ഭക്ഷണം വേണ്ടേ? ഞങ്ങളുടെ മുതൽ മുഴുവൻ മുസ്ലിമീങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ. എന്റെ സമ്പത്ത് തിരിച്ചു കിട്ടാതെ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? സമ്പത്ത് വേണമെന്നാണ് അവർക്ക് ഇപ്പൊ തരാം. ഓടുകയാണ് സാബിത്ത് റളിയല്ലാഹു. ജാഹിലിയ്യ കാലത്ത് മുസ്ലിമാകുന്നതിന്റെ മുമ്പ് അദ്ദേഹം ചെയ്തൊരു സേവനത്തിന് പകരം ചെയ്യാൻ ആര്? മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് റളിയല്ലാഹു തആല അൻഹു. ഒരു അമുസ്ലിമായ മനുഷ്യനാണ്, പക്ഷേ ഒരു അമുസ്ലിമിനും സഹായം ചെയ്താൽ കൂലി കിട്ടുന്ന ആൾ പാവപ്പെട്ട ആളാണ്. വിശ്വാസത്തെ സഹായിക്കാൻ പാടില്ല എന്ന്. അമുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ, അവരുടെ അമ്പലം, അവരുടെ ചർച്ച്, അവരുടെ ആരാധന, ഉത്സവങ്ങൾ, ഇതിന് സഹായിക്കാൻ പാടില്ല. പാവപ്പെട്ട ആളാണോ, ഏത് മതക്കാരനായിക്കോട്ടെ, മതമില്ലാത്ത നിരീശ്വരവാദി ആയിക്കോട്ടെ, പാവപ്പെട്ടവനെ സഹായിച്ച, മനുഷ്യനെ സഹായിച്ചാൽ, മൃഗങ്ങൾക്ക് നന്മ ചെയ്താൽ, പക്ഷികൾക്ക് നന്മ ചെയ്താൽ കൂലി കിട്ടുന്ന. നബിയോട് പറഞ്ഞു, നബിയെ, സുബൈർ ഇബ്നു ബാത്ത് പറയുന്നുണ്ട്, ഞാനും എന്റെ മക്കളും എന്റെ ഭാര്യയും മാത്രം രക്ഷപ്പെട്ട് സമ്പത്തില്ലാതിരുന്നിട്ട് എങ്ങനെ ജീവിക്കും? നബി തങ്ങൾ പറഞ്ഞു, സമ്പത്ത് വേണമെന്നാണോ പറയുന്നത്? സുബൈർ ഇബ്നു ബാത്തയുടെ മുഴുവൻ സ്വത്തും വിട്ടുകൊടുത്തേക്കണമെന്ന് പറഞ്ഞു. ഓടി വന്നു മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ സന്തോഷിച്ചോളൂ, നിങ്ങളുടെ ഭാര്യയും മക്കളും സമ്പത്തും നിങ്ങൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. മക്കളും കൊണ്ട് സമ്പത്തും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് നിന്നു. എന്നിട്ട് ചോദിച്ചു, സാബിത്തങ്ങൾ ചോദിക്കലുണ്ട്, സുബൈർ മുസ്ലിം ആവണം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ദീനും ആഖിറവും രക്ഷപ്പെടും. ഇല്ല എന്ന് പറഞ്ഞു. എന്നാ പോവാണ്. നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ കണ്ടു കാണാത്ത സുബൈർ ഇബ്നു ബാത്ത് അവിടെ നിന്നു.
മക്കളെ കിട്ടിയിട്ടുണ്ട്, സ്വന്തം ശരീരം കിട്ടിയിട്ടുണ്ട്, സമ്പത്തും കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നന്മകൾ അല്ലാഹു ചെയ്തു കൊടുത്തിട്ട് അല്ലാഹുവിനെ മറന്നു പോകുന്ന ആളുകളുണ്ട്. എല്ലാ സൗകര്യങ്ങളും കൊടുത്തു, സർവ്വത്തിന്മയും ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലാഹു നല്ല ബോധം കൊടുക്കുമാറാകട്ടെ. സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോ ഈ മനുഷ്യനോട് നിന്നു. തന്റെ കൂട്ടുകാരെങ്ങനെ ഓർക്കുകയാണ്, കഴിഞ്ഞ കാലത്തെ കൂട്ടുകാരെ. കണ്ടു കാണാത്ത ആളാണ്, പക്ഷേ അവരുടെ കൂടെ നടന്ന അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഓർമ്മയുണ്ട്. സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ നടക്കാതെ നിന്നപ്പോ സാബിത്തിന് അവർ ചോദിച്ചു, എന്ത് പറ്റി? അപ്പൊ സുബൈർ ഇബ്നു ബാത്ത ചോദിക്കുന്നുണ്ട്, സാബിത്തേ, മാ ഫഅല സയ്യിദുനാ അല്ലദീ കഅന്ന വജ്ഹഹു മിർആതു സ്വിനിയ തതറാഅ ഫീഹാ അദാറൽ ഹയ്യ്. നമ്മുടെ കുടുംബത്തിലെ തറവാട്ടിലെ പ്രായപൂർത്തി ആയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളൊക്കെ മുഖം നോക്കാൻ വന്നിരുന്ന കണ്ണാടി ചില്ല് പോലെയുള്ള നല്ല സുമുഖനായ നമ്മുടെ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താണ്? നല്ലൊരു സുന്ദരനായ ചെറുപ്പക്കാരനെ പറ്റി ചോദിക്കുക. സാബിത്ത് എന്നവർ ചോദിച്ചു, ആരെ പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത്? കഅബ് ഇബ്നു അസദിൻ സയ്യിദിന, നമ്മുടെ നേതാവ് കഅബ് ഇബ്നു അസദ്. നേരത്തെ പ്രസംഗിച്ചില്ലേ, 3 വിഷയം പറഞ്ഞിട്ട് അയാൾ നല്ല സുമുഖനായിരുന്നതാണ്. കഅബ് ഇബ്നു അസദിന് എന്ത് പറ്റി പറഞ്ഞു? കഅബ് ഇബ്നു അസദിന്റെ കാര്യം പോക്കാൻ വധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അല്ലാഹ്, ഉണ്ടാതെ ഇങ്ങനെ കുറച്ചു നേരം നടന്നു. നമ്മുടെ മറ്റേ നേതാവിന് എന്ത് പറ്റി? സയ്യിദുൽ ഹദരി വൽ ബാദി, നാട്ടുകാരുടെയും നഗരക്കാരുടെയും നേതാവിന് എന്ത് പറ്റി? സാബിത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരെ പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഹുയയ്യ് അഖ്തബിന് എന്ത് പറ്റി? വധിക്കപ്പെട്ടിരിക്കുന്നു, പോയിരിക്കുകയാണ്. കുറച്ചു നേരം ഇങ്ങനെ നടന്നു സുബൈർ ഇബ്നു ബാത്ത. പിന്നെ ചോദിച്ചു, നമ്മുടെ 2 നേതാക്കന്മാരുണ്ടല്ലോ, യുദ്ധം വന്നാൽ മുന്നോട്ട് എടുത്തു ചാടുന്ന നമ്മുടെ സദസ്സുകളുടെ നേതാക്കന്മാർ ബനു കഅബ് ഇബ്നു ഖുറൈലും ബനു അംർ ഇബ്നു ഖുറൈലും, അവർക്ക് എന്ത് സംഭവിച്ചു? മഖ്തൂലൂൻ, 2 പേരും വധിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ചോദിച്ചു, മിണ്ടാതെ കുറച്ചു നേരം നടന്നിട്ട്, ഒരു യുദ്ധം നടക്കുമ്പോൾ നമുക്ക് ധൈര്യം പകർന്നിരുന്നിരുന്ന നമ്മുടെ യോദ്ധാവ് എവിടെ? ആരെപ്പറ്റി എന്ന് ചോദിക്കുന്നത്? അസാൽ ഇബ്നു ശമൂൽ എന്ത് പറ്റി? കുത്തിൽ, അവരൊക്കെ വധിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും മരിച്ചിരിക്കുന്നു. ഇയാൾക്ക് ഇങ്ങനെ മനസ്സ് മാറാൻ തുടങ്ങി, ഒക്കെ കിട്ടിയിട്ടേ മനസ്സ് മാറാൻ തുടങ്ങി. ജുമാ നിസ്കാരത്തിനാൾ പോയി എന്ന് വിചാരിക്കുക, അന്നത്തെ വേള് കള്ളുകൂടിനെ പറ്റിയാണ്. പിന്നെ ആദ്യമായിട്ട് ജുമാക്ക് പോയതാ, അന്നത്തെ വേള അതാ. അല്ലെങ്കിൽ സിസർവല്ലെ പറ്റിയാണ് അന്നത്തെ വേള. പുറം നീച്ചു പോരും. അങ്ങനത്തെ ഒരു മനുഷ്യന്റെ അനുഭവത്തിലേക്ക് എത്താൻ. ചില പെരുന്നാൾ നിസ്കാരത്തിൽ പോയിട്ട് നിസ്കാരം ആദ്യമായിട്ട് തുടങ്ങുന്ന മനുഷ്യന്മാരുണ്ടാവും. പെരുന്നാൾക്ക് തുടങ്ങല്ലേ, പുതിയ കുപ്പായം പുതിയ ചെരുപ്പ് കണ്ടിട്ട് പോയതാണ്. ചെന്നോക്കി പള്ളിയിൽ നിറങ്ങുമ്പോൾ പുതിയ ചെരുപ്പാരോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി പണിക്ക് ഞാൻ വരൂല. ഒരു ചെരുപ്പേ പോയിട്ടുണ്ടാവും, ഒരു സ്വർഗം ഒഴിവാക്കി കളയും അല്ലേ? അങ്ങനെ കണ്ടാവും. അല്ലെങ്കിൽ പള്ളിയിൽ പോയി പോക്കറ്റ് അടിച്ചു പോയി, പള്ളിയിൽ പോയാൽ പോക്കറ്റ് അടിച്ച് കുഞ്ഞി ഞാൻ പോലെ പള്ളിക്ക് ആദ്യമായിട്ട് പോയി നോക്കിയതാ. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അതൊക്കെ ഭയങ്കര പരീക്ഷണങ്ങൾ വരുന്ന നിനക്ക് ഉണ്ടാവും. ആ ചെരുപ്പൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറുണ്ടോ? അതൊക്കെയാണ് നോക്കേണ്ടതെന്ന. ഇൻഷാ അല്ലാഹ് ഒരു ചരിത്ര സംഭവം വരാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ മാറ്റം വരികയാണ്. എന്താ മാറ്റം എന്നറിയോ? ഉണ്ടാകുന്നിട്ട് പറയാൻ, സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ്, ഞാനും എന്റെ മക്കളും എന്റെ സമ്പത്തും എന്റെ ഭാര്യയും കിട്ടിയിട്ട് എന്ത് കാര്യം? ഇതുപോലെയുള്ള നേതാക്കന്മാര് മുഴുവനും മരിച്ചു കഴിഞ്ഞിരിക്കെ, കഅബ് ഇബ്നു അസദ് പോയി കഴിഞ്ഞിരിക്കുകയാണ്, ഹുയയ്യ് ഇബ്നു അഖ്തബ് പോയിരിക്കുകയാണ്. ഇവരൊക്കെ കഴിഞ്ഞു പോയിട്ട് ജീവിതത്തിൽ എന്ത് സന്തോഷമാണുള്ളത് സാബിത്തേ? ഇനി എന്തിനാ ഞാനൊക്കെ ജീവിച്ചിരിക്കുന്നത്? സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പിന്നാലെ ചെന്നുകൊണ്ട് പറഞ്ഞു, ലൗ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലറബിഹ ദുനിയാ വൽ ആഖിറ. മരിക്കാൻ തന്റെ കൂട്ടുകാരെയൊക്കെ നിബിധങ്ങൾ വധിച്ചു എന്ന് കേട്ടപ്പോ എനിക്കും ഇനി മരിക്കണം, എനിക്ക് രക്ഷപ്പെടേണ്ടതില്ല. സാബിതങ്ങൾ പറഞ്ഞു, സുബൈർ ഇബ്നു ബാത്ത, നിങ്ങൾ നരകം ചോദിച്ചു വാങ്ങല്ല. അല്ലാഹു നിങ്ങൾക്ക് അവസരം തന്നിരിക്കുകയാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. സൗദി അറേബ്യയിലേക്ക് മയക്കുമരുന്ന് കടത്തിയിട്ട് വധശിക്ഷയ്ക്ക് വിധേയമായ 7 ചെറുപ്പക്കാരുണ്ട്. കുറെ കഥകളുണ്ടാകുന്ന നാട്ടിലൊക്കെ. ഞാൻ അറിയുന്നൊരു കഥ, ഞാൻ ഇടപെട്ടിരുന്നൊരു കഥ. അപ്പോ ആ ചെറുപ്പക്കാരന്റെ വീട്ടുകാർ വളരെ സങ്കടപ്പെട്ട്, ഈ കുട്ടിയൊന്ന് രക്ഷപ്പെടണം, തലവെട്ടിപ്പോയാൽ കുടുംബത്തിന്റെ നാഥനായി വരേണ്ട ആളാണ്, എന്തായി പോകും. ട്രിപ്പടിക്കലായിരുന്നു പണി. ഇടക്കിടക്ക് ഒരു ഒറ്റപ്പോക്കിൽ 25,000-50,000 കൊടുക്കുക. പിടിച്ചു. വീട്ടുകാരൊക്കെ ദുആ ചെയ്തു, ദ്വാരപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനും ഒരു കാര്യപ്പെട്ട ആളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അവര് മരിച്ചുപോയി. അല്ലാഹുവിന്റെ ആഖിറ വിളിച്ചാക്കി കൊടുക്കുമാറാകട്ടെ.
അവരെന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഇയാൾ രക്ഷപ്പെടുന്നു പറഞ്ഞു. ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടുന്നു പറഞ്ഞു. 9 വർഷങ്ങൾക്ക് ശേഷം കൂടെയുള്ള മുഴുവൻ 7 പേരിൽ 6 പേരെയും വധിച്ചു. ഒരു മഹല്ലുകാർ, ഒരു പഞ്ചായത്തുകാർ, ഒരു മഹല്ലിൽ തന്നെ 3 ആളുണ്ട്. 6 പേരെയും വധിച്ചു. ഇയാൾ മാത്രമേ രക്ഷപ്പെട്ടു. അപ്പൊ ജയിലിൽ കിടക്കുമ്പോൾ സൗദിയിൽ ഖുർആനൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ജയിലിൽ കഴിഞ്ഞ് വന്നപ്പോൾ ഖുർആനൊക്കെ എന്താ ഓത്ത് കുറെ ഹിഫ്ലാക്കിയിരുന്നു. കഴിഞ്ഞു വന്നു, ഇപ്പൊ കള്ളുപിടിച്ച് നടക്കുകയാണ്. ആലോചിച്ച് നോക്കണം, മനുഷ്യന്മാരുടെ അവസ്ഥ നോക്കണം. മരണത്തിന്റെ മുമ്പെന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയിരിക്കുക. സ്വന്തം കൂടെ ഇതേ പണി ചെയ്ത 6 പേര് സ്വന്തം നാട്ടുകാര് കഴുത്ത് വധിക്കപ്പെട്ട് അവര് ആഖിറത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഈ ഒരു മനുഷ്യൻ മാത്രം രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ ഖളാ ആയിരുന്നു. അല്ലാഹുവിന്റെ ഖളാവോ അല്ലെങ്കിൽ പുണ്യരായ മനുഷ്യന്മാരുടെ ചില വാക്കുകളിലോ അഖ്സമ അലല്ലാഹിൽ അബറ, ചില ആളുകൾ അല്ലാഹുവിന്റെ നാമം വെച്ചൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു ഇത് സാധിപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെ രക്ഷപ്പെട്ടതായിരിക്കണം. അല്ലാഹു ഇയാൾ രക്ഷപ്പെട്ടു. എന്നിട്ട് മാറണ്ടേ? ഇപ്പൊ കള്ളുടിച്ച് നടക്കുകയാണ്. അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നല്ല നടപ്പിലേക്ക് കൊണ്ടുകൊടുക്കട്ടെ. അല്ലാഹു ചെയ്ത വലിയ നിഅമത്തുകൾ മറന്നിരിക്കുകയാണ്. എത്ര വലിയ നിഅമത്താണ്. സുബൈർ ഇബ്നു ബാത്ത മുസ്ലിമാവാൻ മുസ്ലിമായിക്കൂടെ? എല്ലാവരും മരിച്ചു, മുസ്ലിമാവല്ലേ? ഒന്ന് മുസ്ലിമായാൽ നിങ്ങളുടെ ദുനിയാവ് രക്ഷപ്പെട്ടു, ആഖിറം രക്ഷപ്പെട്ടു. കാരണം ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ് എന്ന് പറഞ്ഞ നബി ഇത് നബിയാണെന്ന് അന്ന് മാനത്ത് ചമന്ന നക്ഷത്രം കണ്ടപ്പോ ഈ ഒരു നബി വരാനിരിക്കുന്നുണ്ട്, ആ നബി വന്നിട്ടുണ്ടാകും, ആ നബി മദീനയിൽ വരും എന്നൊക്കെ പറഞ്ഞ ഈ മനുഷ്യൻ, ഇയാൾക്കതറിയാം ആ നബിയാണ് ഈ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമാവല്ലേ? ഞാനില്ല സാബിത്തേ, എന്നെ തിരിച്ചു കൊണ്ടുപോകണം, എനിക്കും മരിക്കാനാണ് ഇഷ്ടം. എന്തിനാ ഞാൻ ബാക്കിയാവുന്നത്? എന്റെ കൂട്ടുകാരൊക്കെ മരിച്ചില്ലേ, ഞാൻ അവരുടെ കൂടെ പോവാൻ, എനിക്കും മരിക്കണം, ജൂതനായി മരിക്കണം എന്ന് പറഞ്ഞ അല്ലാഹു നന്നാവാൻ ഒരു അവസരം കൊടുത്തിട്ട് ആ അവസരം വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു കൊടുത്ത് ശരീരം രക്ഷപ്പെടുത്തണം, രക്ഷപ്പെടുത്തി. ഭാര്യ വേണം, ഭാര്യ കൊടുത്തു. മക്കൾ വേണം, മക്കൾ കൊടുത്തു. സമ്പത്ത് വേണം, സമ്പത്ത് എല്ലാം കൊടുത്തിട്ട് എനിക്ക് ദീന് വേണ്ട, ആഖിറം വേണ്ട എന്ന് പറഞ്ഞ് മരണത്തിലേക്ക് നടന്നുപോയി വധിക്കപ്പെട്ട ആളാണ് സുബൈർ ഇബ്നു ബാത്ത. ധിക്കാരം കൊണ്ട് സത്യം ബോധ്യപ്പെട്ടിട്ട് അവസരം അല്ലാഹു നൽകിയിട്ട് ഉപയോഗിക്കാത്ത ആൾ ദൗർഭാഗ്യവാൻ. റമളാൻ പോലെയുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടേ അല്ലാഹു പുറത്തു തരാന്ന് പറയാം. ഇന്ന ലില്ലാഹി ഫീ കുല്ലി ലൈലത്തിൻ ഉതഖാഉ മിനന്നാർ. ഓരോ രാത്രിയിലും അല്ലാഹു ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ പോലും അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം പടച്ചവനെ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്നെ നരകം അർഹിപ്പിക്കുന്നവയാണ്. അല്ലാഹുവേ നീ പുറത്തു വന്നില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പോകും പടച്ചവനെ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് ചോദിക്കാൻ നാവനങ്ങാത്ത ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് പടച്ചവനെ ചെയ്തു പോയ പാപങ്ങൾ പുറത്തുതാ പടച്ചവനെ. ബോധമില്ലാത്ത കാലത്ത്, വിവരമില്ലാത്ത കാലത്ത്, പഠിച്ചിരുന്ന കാലത്ത്, ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും പഠിച്ചിരുന്ന കാലത്ത്, ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന കാലത്ത്, കൂടെ ടൂർ പോയപ്പോ, വിനോദയാത്രകൾക്ക് പോയപ്പോ, നാട് വിട്ട് യാത്ര പോയപ്പോ തോന്നിവാസങ്ങൾ ചെയ്തു കുട്ടികളൊക്കെ പുറത്തു തരണേ പഠിച്ചവനെ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചാൽ നരകത്തിന് അല്ലാഹു മോചിപ്പിച്ചു കൊടുക്കാൻ ഒരുക്കമാണ്. പക്ഷെ റമളാൻ ഒരിക്കൽ പോലും അത് ചോദിക്കാൻ തൗഫീഖില്ലാത്ത ആളുകൾ എത്രയുണ്ട് മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളിൽ, മുസ്ലിം പേര് വെച്ച് നടക്കുന്നവരിൽ അല്ലാഹുവിനോടൊന്ന് ചോദിക്കാൻ തൗഫീഖില്ലാത്തവർ. 84 കൊല്ലത്തെ 83 കൊല്ലത്തെ അമൽ അല്ലാഹു ഒരു രാത്രി കൊണ്ടുതരാം. ലൈലത്തുൽ ഖദർ 5 രാത്രി അല്ലാഹുവിന് വേണ്ടി ഒരുങ്ങുവാൻ ആരംഭിച്ചു. 5 രാവ്, 50 രാത്രിയല്ല ലൈലത്തുൽ ഖദർ കിടക്കുന്നത്, 5 രാവിലാണ്. 21, 23, 25, 27, 29, 27-ാം രാവ് കഴിഞ്ഞാൽ നമ്മൾ റമളാൻ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞു. 29 ഇല്ലാത്ത പോലെ 29 ലൈലത്തുൽ ഖദറിന് സാധ്യമേറിയ രാവാണ്. അലാ ഫതഅറദു ലഹാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റിലേക്ക് നിങ്ങളൊന്ന് നിന്നു കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്. അല്ലാഹു പുറത്തുതരാൻ വേണ്ടി പറഞ്ഞപ്പോ നമ്മൾ സൂക്കിലൂടെ നടക്കുകയാണ്. ആ നേരത്ത് ലൈലത്തുൽ ഖദറിന്റെ പുണ്യമായ രാവുകളിൽ, റമളാനിന്റെ രാവിൽ ഈ ഉമ്മത്തിന് അല്ലാഹു 5 ഗുണങ്ങൾ കൊടുത്തു. അത് 5ാമത്തെ ഗുണം അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത് യുഗ്ഫറു ഫീ ആഖിരി ലൈല, അവസാനത്തെ രാവിൽ ഈ ഉമ്മത്തികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അവർ ചോദിച്ചു നബിയേ ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ പുറത്തു കൊടുക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം? ലാ, ഇന്നമാ യുവഫൽ ആമിലു അമലഹു ഫീ ആഖിരി. ഒരു മനുഷ്യൻ അല്ലാഹു കൂലി കൊടുക്കുന്നത്, ഒരു ജോലിക്കാരന് കൂലി കൊടുക്കുന്നത് അവന്റെ പണി തീരുന്ന അവസാന സമയത്താണ്. നിങ്ങളുടെ നോമ്പ് അവസാനിക്കുന്ന അവസാനത്തെ രാത്രി നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരും. 29ന്റെ രാവ്, 30ന്റെ രാവ് നമ്മൾ കാത്തിരിക്കണില്ല. 27 കഴിഞ്ഞില്ലേ, റമളാൻ കഴിഞ്ഞല്ലോ, അവസാനത്തെ രാവിലെ അല്ലാഹു പുറത്തുതരാൻ നിൽക്കുന്നത്. ആ സമയത്ത് നമ്മളോടല്ല.
അള്ളാഹുവിന്റെ മുമ്പിലില്ല, നമ്മുടെ മനസ്സുകൊണ്ടുണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ വന്നുപെട്ടിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള അവസരം നഷ്ടപ്പെടുത്തല്ല, മുമ്പിനെ നഷ്ടപ്പെടുത്തി കളയല്ലിൻ. അലാ അറിയണേ, ഇന്നലി റബ്ബിക്കും ഫീ അയ്യാമി ദഹരിക്കും ലനഫഹാത്തിൻ അലാ ഫതഅറദൂ ലഹാ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റുകൾ അടിച്ചു വീശുന്നുണ്ട്. ഈ അവസരം ഉപയോഗപ്പെടുത്തി. ഇന്നു മുതൽ ഞാനൊരു പുതിയ ആളാണ്, ഇന്നു മുതൽ ഞാൻ നന്നാവുകയാണ് തീരുമാനമെടുക്കൽ. സുബൈർ ഇബ്നു ബാത്തയ്ക്ക് ഒരുപാട് അവസരം കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞ് നരകം ചോദിച്ചു വാങ്ങിയതുപോലെ റമളാൻ ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, റമളാൻ കഴിഞ്ഞു കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആ മനുഷ്യൻ അകലട്ടെ എന്ന് പ്രാർത്ഥിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതിന് ആമീൻ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹ്. റമളാൻ കഴിഞ്ഞിട്ട് ഒരാൾക്ക് പുറത്തിട്ടില്ലെങ്കിൽ അവന്റെ കാര്യം പോക്കാണ്, പിന്നെ അവൻ രക്ഷപ്പെടൂല. ഉമ്മയും അപ്പയും വാർദ്ധക്യ സമയത്ത് കിട്ടിയിട്ട് അവർക്ക് സേവനം ചെയ്ത് സ്വർഗത്തിൽ പോകാൻ പറ്റുമായിരുന്നു. അതവൻ ചെയ്യാത്ത പക്ഷം ആ മാതാപിതാക്കൾ കാരണം സ്വർഗം ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലാഹു ആ മനുഷ്യനെ അവന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് ദുആ ചെയ്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖുൽ ആമീൻ, ആമീൻ പറയണം നബിയേ. ഫഖുൽതു ആമീൻ, അതുകൊണ്ട് ഞാൻ ആമീൻ പറഞ്ഞു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, നബിയേ അങ്ങയുടെ പുണ്യമായ നാമം മുഹമ്മദ് എന്ന് പറയുന്ന പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടിട്ട് നാവനക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വായ തുറന്ന് നാമ കൊണ്ട് പറയാൻ മടി കാണിക്കുന്ന മുഴുവൻ ആളുകളും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ ഫഖുൽ ആമീൻ, ആമീൻ പറയൂ നബിയേ. ഫഖുൽതു ആമീൻ, അതിന് മറുപടിയായി ഞാൻ ആമീൻ പറഞ്ഞുവെന്ന് മദീനയിലെ മിമ്പറിൽ കയറിയപ്പോൾ 3 ആമീൻ പറഞ്ഞ ഹദീസ് ഒന്നുകൂടെ ഉദ്ധരിക്കുകയാണ് ഓർമ്മ വരാൻ. റമളാൻ കഴിയുമ്പോൾ നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സുവർണാവസരം കിട്ടിയിരിക്കുക, നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇനി അവന്റെ ഒരു റഹ്മത്തും വേണ്ട. അല്ലാഹുവിന്റെ തീരുമാനം അതായിരിക്കും. റബ്ബ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാനായ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി, പടച്ചവനെ ഞങ്ങളുടെ തെറ്റുകൾ നീ പുറത്തു തരണേ തമ്പുരാനെ. ഈ റമളാനിന്റെ രാവിലെ ആയിരക്കണക്കിന് ആളുകൾക്ക്, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾക്ക് റബ്ബേ നീ നരകത്തിൽ നിന്ന് മോചനം വിധിക്കുന്നുണ്ട്. അല്ലാഹുവേ, കൂട്ടത്തിൽ ഞങ്ങളെയും പെടുത്തി തരണേ തമ്പുരാനെ. ഓരോ റമളാനിലും ഇത് നിന്നോട് ചോദിക്കുന്നുണ്ട് റബ്ബേ, ആ റമളാനിന്റെ ശേഷം ഞങ്ങൾ ചെയ്യുന്ന തിന്മകളെ കൊണ്ട് ഇനി ഞങ്ങൾക്ക് നരകമാണ് അർഹിക്കുന്നതെങ്കിൽ അല്ലാഹുവേ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി ഈ ഉതഖായിൽ ഇനിയും പെടാനുള്ള അവസരം നീ ഞങ്ങൾക്ക് തരണം തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളും അല്ലാഹും തമ്മിലുള്ള ബന്ധം നന്നാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ക്ലിയർ ആകും. നമ്മളും അല്ലാഹും തമ്മിലെ പ്രശ്നം ക്ലിയർ ആണോ എങ്കിൽ വിഷയങ്ങൾ എളുപ്പമാണ്. റബ്ബിലേക്ക് മടങ്ങാനുള്ള സമയമാണിത്. ഖലീഫമാരിൽ നാസിർ എന്ന് പറയുന്ന ഖലീഫ നാസിറിന്റെ കാലത്ത് അന്ന് വെള്ളം കിട്ടാത്ത, മഴ പെയ്യാത്തൊരവസരമുണ്ടായി, ക്ഷാമം വന്നു. ഖലീഫ നാസിറിന്റെ കാലത്ത് വലിയ ക്ഷാമം, മഴയില്ല. നമ്മൾ മഴയില്ലാതിരിക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കുമല്ലോ, റബ്ബേ നീ മഴ തന്നിട്ടില്ലെങ്കിൽ കുടിപ്പോകും പടച്ചവനെ, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം. ആ ഒരു ദുആഇനൊരു വലിയ പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോ ഡിസാലിനേഷൻ പ്ലാന്റുകൾ നമുക്കുണ്ട് ഇവിടെ അല്ലേ. മഴ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉപ്പുവെള്ളം ശുദ്ധിയാക്കി തന്നോളാം പടച്ചവനെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ തന്നേക്കണം, അങ്ങനെയൊക്കെ ചോദിക്കണുള്ളൂ. അതാ മഴ കിട്ടാത്തതെന്നാ, തവക്കുല് കുറവാണെന്നാ. ഇങ്ങനെ വെള്ളത്തിന് കുടിമുട്ടൊന്നുമില്ല പടച്ചവനെ, ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം ദേവയിലും സേവയിലൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് പടച്ചവനെ വേണമെങ്കിൽ തന്നോ, മരുഭൂമിയിൽ വല്ല ചെടിയൊക്കെ ഉണ്ടാവാം, നിന്റെ മഴ ആവശ്യമാണ്. ഞങ്ങൾക്ക് വെള്ളം കിട്ടൂല റബ്ബേ, ഞങ്ങൾ വെള്ളം കിട്ടാതെ മരിച്ചു പോകുന്നൊക്കെ തോന്നുന്നുണ്ടോ, അവിടെ മഴ പെയ്തിരിക്കുന്നതാണ്. ആ ഒരു ഇസ്തിസ്ഖാഇന്റെ ദുആക്ക് മഴ കിട്ടിയിരിക്കും. ഖലീഫ നാസിറിന്റെ കാലത്ത് ഇസ്തിസ്ഖാ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു.
മഹാനായ ശൈഖ് ബലൂചി റഹ്മത്തുള്ളാഹി അലൈഹി അൽ-മുൻദിർ ബിൻ സഈദ് അൽ-ബലൂചി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഖാദിയാൻ ജഡ്ജാൻ. അവരോട് പറഞ്ഞു, ഖലീഫ നാസർ പറഞ്ഞു, നിങ്ങളെ ഇസ്തിസ്ഖാ നിസ്കരിക്കണം, മഴയെ തേടിയുള്ള നിസ്കാരം, അതിന് നിങ്ങൾ ഇമാമ് നിൽക്കണം എന്ന് പറഞ്ഞു. നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. ഇതിനു മുമ്പ് ചില സുന്നത്തായി നോമ്പെടുക്കണമെന്നുണ്ട്. കുട്ടികളും മൃഗങ്ങളും കന്നുകാലികളെയും എല്ലാവരെയും കൊണ്ടിട്ട് മരുഭൂമിയിൽ ചെന്നിട്ട് അള്ളാഹുവിനോട് താണുകയാണ്. മുതബദ്ദിരീന, വളരെ പാവപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് അള്ളാഹുവിനോട് താണുകയാണ്. റബ്ബേനി മഴ തരണം റഹ്മാനെ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഖുതുബയും നിസ്കാരമൊക്കെ നടക്കുന്ന ഇസ്തിസ്ഖാ നിസ്കാരം. അത് ഇസ്തിസ്ഖാ നിസ്കാരത്തിന് കൂടിയിട്ടുണ്ടോ? കൈവക്കിയാട്ടെ. മഴയെ തേടിയുള്ള നിസ്കാരത്തിന് കൂടിയിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. അള്ളാഹു അവസരം തരട്ടെ. നിസ്കരിച്ചതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിനോട് ചോദിച്ച മഴ പെയ്തിരിക്കുന്നു. ഇസ്തിസ്ഖാ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു ഖലീഫ നാസർ. അന്ന് മഹാനായ ശൈഖ് ബലൂചി റഹ്മത്തുള്ളാഹി അലൈഹി ഖാദിയാണ്, ബുദ്ധിമാനിയാണ്. ഇമാമത്ത് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുമ്പോ മഹാനായ പണ്ഡിതൻ മുൻദിർ ബിൻ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി കാന ഖവ്വാമൻ, രാത്രി ഒരുപാട് നിന്ന് നിസ്കരിക്കുന്ന ആളും കാന സവ്വാമൻ, ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്ന മഹാനുമാണ് മഹാനായ ശൈഖ് മുൻദിർ ബിൻ സഈദ് അൽ ബലൂചി റഹ്മത്തുള്ളാഹി അലൈഹി. അവരാണ് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ പറയണോ, അല്ലാഹുവിന് ഉത്തരം തരൂലേ? പോകുമ്പോ ഷെയ്ഖ് പറഞ്ഞൊരു കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി, ഖലീഫ നാസറാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മഴക്ക് വേണ്ടി നിസ്കരിക്കണമെന്ന് എന്നോട് ഇമാം നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ പോയിട്ട് നോക്ക്, ഖലീഫ നാസർ ഇപ്പൊ ചെയ്യുന്ന പണി എന്താണെന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. ഒന്ന് കൊട്ടാരത്തിൽ പോയി അന്വേഷിച്ചു വാ. നമ്മൾ നിസ്കരിക്കുകയാണ്, ഖലീഫയുടെ വീഡിയോ ഗെയിം കളിച്ച് ഉത്തരക്കുകയാണോ? അന്നത്തെ കാലത്തെ ഗെയിം അതൊന്നും അറിയണം, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു. മോൻ പോയിട്ട് വന്നു. നോക്കുമ്പോ ഫഖാലൽ ഗുലാം, ആ കുട്ടി വന്ന് പറഞ്ഞു, ഈ ദിവസം അദ്ദേഹം അല്ലാഹുവിനെ പേടിക്കുന്ന പോലെ പേടിച്ചൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. നല്ല പേടിയിലാണ്. ഇന്നഹു മുൻഫരിദുൻ ബിനഫ്സി, ഒറ്റക്കൊരു റൂമിലിരിക്കുകയാണ്. ഏറ്റവും പരുക്കൻ വസ്ത്രമിട്ടിരിക്കുകയാണ്. പരുക്കൻ വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലാളിത്യത്തിന്റെ അടയാളമാണെന്നാണ് അന്ന്. അതുകൊണ്ട് രാജാവിന്റെ ആ ഒരു വലിയ ഉടയാടുകളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ പരുക്കൻ വസ്ത്രം ഇട്ടിട്ട് ഒരു റൂമിലിരുന്ന് മണ്ണിലിരിക്കുകയാണ്. ആർത്ത് നിലവിളിച്ചു കരയുന്നുണ്ട്, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് തന്റെ തെറ്റുകൾ സമ്മതിച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന ദുആ ഞാൻ കേട്ടു. ശൈഖ് അവറുകളെ മുൻദിർ ബിൻ സഈദ് അൽ ബലൂചി റഹ്മത്തുള്ളാഹി അലൈഹിയോട് തന്റെ ശിഷ്യമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഖലീഫ നല്ല പേടിയിലാണ്, ദുആ ചെയ്യുന്നുണ്ട്. യഖൂലു റബ്ബി ഹാദി നാസിയതി ബിയദിക്, പടച്ചവനെ, ഖലീഫ നാസർ പറയാണ്, അല്ലാഹുവേ എന്റെ തല ഇതാ ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ് പടച്ചവനെ. ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് എന്റെ പ്രജകളെ ശിക്ഷിക്കല്ല പടച്ചവനെ. നീയാണല്ലോ ഏറ്റവും വലിയ വിധി പറയുന്ന ആള്, നീയാണല്ലോ പടച്ചവനെ. ഒരുപാട് തെറ്റ് ചെയ്തിരുന്ന ഖലീഫയാണ്. നല്ല അധികാരമുണ്ട്, പൈസയുണ്ട്, പണമുണ്ട്, എല്ലാമുണ്ട്. മഴ കിട്ടാതെ വന്നപ്പോൾ അങ്ങ് പേടിച്ച് അല്ലാഹുവിലേക്ക് ഓടിയതാണ്. ആ ഒരു നേരത്തെ ഭയം, ആ ഒരു റമളാൻ വന്നതിന് മുമ്പൊക്കെ ഇങ്ങനെ അശ്രദ്ധയിൽ ജീവിച്ചിരുന്നു. റമളാൻ വന്ന് ഉഷാറായി. അങ്ങനെ ഉണ്ടാവൂലേ? എന്നപോലെ മഴയില്ലെങ്കിൽ കുടുങ്ങിപ്പോകും. റബ്ബേ, ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് എന്റെ പ്രജകളെ ശിക്ഷിക്കല്ല പടച്ചവനെ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ മഹാനായ ശൈഖ് ബലൂചി ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു, മോനെ, യാ ഗുലാം ഇഹ്മിൽ മിൻസറത മഅക്, മോനെ കൊടയെടുത്തോ, മോനെ മഴ കിട്ടും, കൊടയെടുത്തോ, മഴ പെയ്യാൻ പോവാണ്, കൊട നിവർത്തിക്കോ എന്ന് മഹാനായ ശൈഖ് ബലൂചി പറയുകയും നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ തുരുതുരാ മഴ പെയ്യുകയാണ്. ഘോരമായ മഴ പെയ്തു. ശൈഖ് പറയാൻ, ഇത് നമ്മുടെ നേതാവ് ഈ ഖലീഫ ഒരുപാട് മോശപ്പെട്ട പണി ചെയ്ത ആളായിരിക്കും. ഇന്നത്തെ ദിവസം അല്ലാഹുവിലേക്ക് മടങ്ങിയില്ലേ, അതിന് കിട്ടിയ ഉത്തരമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഖൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് അങ്ങ് മടങ്ങിയാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. മുഅ്മിനീങ്ങളെ, അത്ഭുതങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ മുമ്പിലുള്ള ചില വിഷയങ്ങളിൽ അല്ലാഹു ഡയറക്റ്റ് ഇടപെടുന്നത് കാണാൻ പറ്റും. ചില വിഷയങ്ങളിൽ റബ്ബേ കുടുങ്ങിപ്പോയിട്ട് പടച്ചണം വരാനെ പരിഹാരം വേണം, അല്ലാഹുവേ, വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു പരിഹാരം തരുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുമല്ലോ. അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ടെടുത്താൽ കാര്യങ്ങൾ നമ്മുടെ നന്മക്ക് അല്ലാഹു പറയുന്നത്, നമ്മുടെ ജീവിതം എളുപ്പമാവാൻ
നിങ്ങളുടെ മനസ്സിന് ശാന്തമായി എന്തിറങ്ങാൻ, നിങ്ങളുടെ കൽബിന് വേവലാതികളില്ലാതിരിക്കാൻ, കൽബ് പടക്കാതിരിക്കാൻ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ? അവസരം വന്നിരിക്കുകയാണ് പരിശുദ്ധമായ റമളാൻ. നമ്മുടെ ഈ റമളാൻ കൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു അവസരം, അല്ലാഹുവിനുള്ള അടിമത്തം, അല്ലാഹുവിന് വേണ്ടി നമുക്ക് അല്ലാഹുവേ ഞങ്ങൾ നിന്റെ അടിമകളാണ് പടച്ചവനെ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖദാഉക. അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൽബ് കൊണ്ട് മടങ്ങാൻ സാധിക്കണം. റമളാൻ എന്നത് വയറ്റിലല്ല റമളാൻ കിടക്കണം. നോമ്പ് കിടക്കുന്ന വയറിലാണോ? അല്ല. നമ്മുടെ കുടലിലാണോ? അല്ല. വായയിലാണോ? അല്ല. എവിടെയാ നോമ്പ് കിടക്കുന്നത്? ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ? അതിനാണ് നിങ്ങളോട് നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ? നോമ്പെടുത്തതിന്റെ അടയാളം വയറ്റിലല്ല കിടക്കുന്നത്, ശരീരം മെലിയുന്നതിലല്ല കിടക്കുന്നത്, കൽബിലാണ്. ഇവിടെയാണ് ലഅല്ലകും തത്തഖൂൻ. അത്തഖ്വ ഹാഹുന. ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ. വഅശാറ ഇലാ സദരിഹി സലാസ. നെഞ്ചിലേക്ക് 3 പ്രാവശ്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടി എന്ന് ഹദീസിൽ കാണാൻ പറ്റും. നോമ്പെടുക്കുന്നത് കൽബ് നന്നാവാനാണെന്നാണ്. കൽബ് നന്നായിട്ടുണ്ട്, നോമ്പെടുത്തിട്ട് കനം കുറഞ്ഞിട്ടുണ്ടോ എന്നല്ല വിഷയം. നോമ്പെടുത്തിട്ട് വയറിന്റെ അസുഖമൊക്കെ മാറി, വയറുവേദന മാറി, ഇതല്ല വിഷയം. കൽബ് നന്നായിട്ടുണ്ടോ? അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. കൽബ് അല്ലാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിലേക്ക് മടങ്ങി എത്രയോ നിഅമത്തുകൾ അല്ലാഹു തന്നു. കൽബ് കൊണ്ട് അല്ലാഹുവിന് നന്ദി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് റമളാൻ തന്നില്ലേ മുഅ്മിനെ? റമളാൻ തന്നില്ലേ? ഈ റമളാൻ കിട്ടാതെ മരിച്ചുപോയ എത്ര ആളുകളുണ്ട്? അല്ലാഹുവിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമുക്ക് റമളാൻ അല്ലാഹു ഒരു അവസരം കൂടി തന്നില്ലേ? 2 രാവ് 3-ാമത്തെ രാത്രിയിലാണ് കിടക്കുന്നത്. ഇനി 27 രാവുകൾ ബാക്കിയുണ്ട്. അല്ലാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് കിട്ടിയേക്കും. അല്ലാഹു നമുക്കത് തരട്ടെ. ഈ തന്നതിന് ശുക്ർ ചെയ്തു അല്ലാഹു. റബ്ബേ അൽഹംദുലില്ലാഹ്, പടച്ചവനെ ഈ റമളാനിന്റെ ചന്ദ്രക്കല ഞാൻ കാണുന്നുണ്ട് റബ്ബേ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക അല്ലാഹു ഹിലാല റുഷ്ദിൻ വഖൈർ. പരിശുദ്ധമായ റമളാനിന്റെ ചന്ദ്രയെ കണ്ടിട്ട്, ആ ഒരു പരിശുദ്ധമായ റമളാനിന്റെ ക്രസന്റിനെ കണ്ടിട്ട്, ഹിലാലിനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ദുആ നമ്മൾ ദുആ ചെയ്ത മുഅ്മിനെ, ആരൊക്കെയാണ് ഈ ചന്ദ്രനെ കണ്ട, ആ മാസക്കല കണ്ട ദുആ ചെയ്ത് ആരൊക്കെ? ഒന്ന് കൈപൊക്കിയാട്ടെ. മുഅ്മിനെ ഇനിയും അവസരമുണ്ട്, ദുആ ചെയ്തോളൂ. റമളാനിന്റെ ചന്ദ്രിക ആകാശത്ത് കാണപ്പെടുന്ന സമയങ്ങളാണ് ഇപ്പോഴൊക്കെ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ. അല്ലാഹുവേ ഈ മാസം പിറക്കുന്നത് ഞങ്ങൾക്ക് സുരക്ഷിതത്വവും ഞങ്ങളുടെ ഈമാനും വർദ്ധിക്കാൻ നിമിത്തമാക്കണേ പടച്ചവനെ. വസ്സലാമത്തി വൽ ഇസ്ലാം. ഞങ്ങൾക്ക് രക്ഷ വേണം റബ്ബേ, ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം പടച്ചവനെ. ഞങ്ങൾക്ക് ഹിലാല റുഷ്ദിൻ വഖൈർ. നന്മയുടെ മാസമാണിത്, വകതിരിവിന്റെ മാസമാണ്, മാർഗദർശനത്തിന്റെ മാസമാണ്. ഈ മാസത്തിൽ എനിക്ക് സത്യവഴി കാണാൻ പറ്റും പടച്ചവനെ. റബ്ബി വറബ്ബുക്കല്ലാഹ്. മാസമേ നിന്റെയും എന്റെയും റബ്ബ് അല്ലാഹുവാൻ. ഏത് മാസം കാണുമ്പോഴും ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണത്. നമ്മൾ മുത്തഫായിലിങ്ങളായി ശുഭപ്രതീക്ഷയോടുകൂടെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മടങ്ങിയോ? ഈ മാസം എനിക്ക് നന്മ വേണം. കഴിഞ്ഞ കാലത്ത് മുഴുവൻ സിനിമകൾ ഞാൻ നിർത്താൻ പോവാണ് പടച്ചവനെ. എന്റെ സമയം ഒരുപാട് സിനിമ കണ്ട് കഴിച്ചിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് സമയം 2-2.5-3 മണിക്കൂർ സമയമാണ്. ജീവിതത്തിൽ 100-500 സിനിമ കാണുന്ന കുട്ടികളിലെ ചെറുപ്പക്കാരില്ലേ? എത്ര സമയമാണ് കൊന്നു കളഞ്ഞിട്ടുണ്ടാവുക? എത്ര സമയമാണ് ഇതിനൊക്കെ പകരം കൊടുക്കാൻ പറ്റുമോ അല്ലാഹുവിന്റെ മുമ്പിൽ? ഇതിനൊക്കെ പകരം ചെയ്യാൻ പറ്റുമോ? 500 മണിക്കൂറൊക്കെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചെലവഴിച്ചത് അല്ലാഹുവിന് വേണ്ടി 500 മണിക്കൂർ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് സാധിക്കണ്ടേ? പകരം കൊടുക്കണ്ടേ? തൗബ ചെയ്ത് മടങ്ങിയേക്കിൻ. അല്ലാഹു ചെയ്ത ഈ റമളാനിലേക്ക് എത്താനും ചന്ദ്രക്കല കാണാനും ഒക്കെ അവസരം തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചോളൂ. ജയിലിൽ കടന്നൊരു മനുഷ്യൻ, ഒരു മജൂസിയായ മനുഷ്യന്റെ കൂടെ ജയിലിൽ കടന്നിട്ട്, തന്റെ ഒരുപാട് കാലം ജയിലിൽ കടന്നപ്പോ കൂട്ടുകാരൻ കത്തെഴുതിയിട്ട് പറഞ്ഞു, യാ സ്വദീഖി, എന്റെ കൂട്ടുകാരാ, ഇസ്ബിർ, നീ ക്ഷമിച്ചോ, വഹ്മദില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചോ സഹോദര, അല്ലാഹുവിനെ സ്തുതിച്ചോ എന്ന് പറഞ്ഞു. ഇസ്ബിർ, ക്ഷമിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അയാളുടെ ശിക്ഷ വിധിച്ചു. ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണ്. ആ അടി കിട്ടിയിട്ട് ശരീരം മുഴുവനും മുറിവായി കിടക്കുകയാണ്. അപ്പോഴും കൂട്ടുകാരന്റെ കത്ത് വന്ന, സഹോദര ഇസ്ബിർ, ക്ഷമിച്ചോ, വഹ്മദില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചോ എന്ന് പറഞ്ഞു. കത്ത് വാങ്ങിച്ചു നോക്കി, ക്ഷമിച്ചോ, അല്ലാഹുവിനെ സ്തുതിച്ചോ. അങ്ങനെയാണ്. ജയിലിലൊക്കെ കിടക്കുമ്പോൾ മനം മാറ്റം വരുന്നതാണ്. ഒറ്റയ്ക്കിരിക്കല്ലേ, മനം മാറ്റം വരും. കൂട്ടുകാരൊന്നും ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് വന്ന് പല പ്രവാസികൾ നന്നാവാനൊരു കാരണം അതാണെന്ന്. കാരണം നാട്ടിലെ പഴയ കൂട്ടുകാരൊന്നും കൂടല്ല. ഒരുതരം ലോൺലിനെസ് ഫീൽ ചെയ്യും. അപ്പോ ഒരുതരം മാറ്റത്തിലേക്ക് അവസരം കിട്ടുമെന്നാണ്. കൂട്ടുകാരൻ കത്ത് മടക്കി വെച്ചു. വീണ്ടും ശിക്ഷ വർദ്ധിച്ചു. ജയിലിൽ ശിക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിലിൽ കൂട്ടുകാരന്റെ കൂടെ ഈ ജയിലിൽ കിടക്കുന്ന കൂട്ടുകാരനെ ഒരു മജൂസിയുടെ കാലിലേക്ക് ബന്ധിച്ചു. ജയിലിൽ 2 ആൾക്കാരെ കൂട്ടിക്കിട്ടും. ഒരു മജൂസിയുടെ കാലിലേക്കാണ് കെട്ടിയത്. അപ്പോഴും കത്ത് വന്നു,
സഹോദര, ഇസ്ബിർ വഹ്മദില്ലാ, അല്ലാഹുവിനെ സ്തുതിച്ചോ, നീ ക്ഷമിക്കുന്നു പറഞ്ഞു. അവനെ കത്തള് മൂലക്കിലേക്ക് എറിഞ്ഞു. തന്റെ കൂടെ കഴിയുന്ന മജൂസിക്ക് വയറിന്റെ അസുഖം വന്നു. ഇടക്കിടക്ക് ബാത്റൂം പോകണമെങ്കിൽ ഇവരും കൂടെ നടക്കണം. കാരണം കയറിൽ കെട്ടിയിരിക്കുക, ഒരാൾക്ക് ഒറ്റക്ക് പോകാൻ പറ്റില്ല. ബാത്റൂമിലേക്ക് നിരന്തരം പോയി വരാൻ ദിവസങ്ങളായി തുടരുന്നു. അപ്പോഴും കത്ത് വന്നുകൊണ്ടിരിക്കേണ്ട ഇസ്ബിർ, ക്ഷമിക്ക് വഹ്മദില്ലാ, അല്ലാഹുവിനെ സ്തുതിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൂട്ടുകാരൻ തിരിച്ചൊരു കത്ത് തിരിച്ചയച്ചു. എന്റെ ചങ്ങാതി, കുറെ കാലമായി നീ പറയുന്നത് ക്ഷമിച്ചോ, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഞാൻ എന്തിനാ അല്ലാഹുവിനെ സ്തുതിക്കേണ്ടത്? ഈ ടോയ്ലറ്റിലേക്ക് 5-6 പ്രാവശ്യം ഒരു ദിവസം മജൂസിന്റെ കൂടെ പോകുന്നതിനോ? കൂട്ടുകാരൻ മറുപടി എഴുതി കൊടുത്തു, ഇഹ്മദില്ലാ, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ മജൂസിയുടെ കഴുത്തിൽ കിടക്കുന്ന അവന്റെ മതാചാര പ്രകാരമുള്ള മാല അത് നിന്റെ കഴുത്തിലായിരുന്നുവെങ്കിൽ, ആ മജൂസിയുടെ കൽബിൽ ദീനല്ല ഇസ്ലാമല്ല ഉള്ളത്, അള്ളാഹു നിനക്ക് ഇസ്ലാം തന്നില്ലേ? ആ മജൂസിയുടെ മതം നിന്റെ മതവും ആ മജൂസിയുടെ കഴുത്തിലെ മാല നിന്റെ കഴുത്തിലുമാണെങ്കിൽ നീ നരകത്തിലേക്കല്ലേ പോകുന്നത്? നീ ജയിലിലാണ്, പക്ഷെ അള്ളാഹു നിനക്ക് ഇസ്ലാം തന്നിട്ടില്ലേ? നിനക്ക് ഈമാൻ തന്നില്ലേ? നീ ആ മജൂസിയെ പോലെ ആയിട്ടില്ലല്ലോ. ഇസ്മിർ, ക്ഷമിക്ക് വഹ്മദില്ലാ, അള്ളാഹുവിനെ സ്തുതിച്ചോ. എന്റെ മുഅ്മിനെ, നമ്മളൊക്കെ എത്ര നിഅമത്തിന്റെ ഇടയിലാണ്, നിഅമത്തുൽ ഇസ്ലാം. മുസ്ലിം ആവാനുള്ള ഭാഗ്യം കിട്ടിയത് ചില്ലറയാണോ? ഈ റമദാൻ കിട്ടിയത് ചില്ലറ ലാഭമാണോ? അള്ളാഹുവിനോട് ചോദിക്കിൻ, ഈ കിട്ടിയ അവസരം ഖൽബ് ശുദ്ധിയാക്കാൻ ഞാൻ ഉപയോഗിക്കുമോ ഇല്ലയോ? ഖൽബ് ശുദ്ധിയാക്കുക. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ നന്നാവാൻ വേണ്ടി. എവിടെയാണ് തത്തഖൂ എന്ന് പറഞ്ഞത്? അൽ ഖൽബ്, ഹൃദയത്തിലാണ് ഈമാൻ കിടക്കുന്നത്. ഖൽബിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടോ? അള്ളാഹു നോക്കുന്ന അവിടേക്കാണ്. ജനങ്ങൾ നോക്കുന്ന നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലേക്കാണ്, പക്ഷെ അള്ളാഹു നോക്കുന്നത് ഖൽബിലേക്കാണ്. നമ്മുടെ ഖൽബ് നന്നാക്കിയിട്ടുണ്ട് മുഅ്മിനെ. ഈ റമദാനിൽ നമുക്ക് ഈ രാത്രി കൊണ്ട് നന്നാക്കണം. വളരെ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണത്. നമുക്കത് ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് ചെയ്തിട്ട് പുറത്തിറങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖൽബിനെ നന്നാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അസ്ഹാബും ഖൽബിനെ നന്നാക്കുകയാണ്. എത്ര തെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും അവരോടൊക്കെ നല്ല മനസ്സോടുകൂടെയുള്ള സമീപനം, ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം മുഅ്മിനീങ്ങൾക്ക് വേണം. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? സഫിയ ബിൻത് ഹുയയ് ബിൻ അഖ്തബ് റളിയല്ലാഹു അൻഹാ, നബിയുടെ ഭാര്യയാണ്. വാപ്പ ഹുയയ് ബിൻ അഖ്തബ് എന്നവർ ജൂതനായിരുന്നു. സമയം കഴിയാറായി. എന്നവർ ജൂതനാണ്. നേരത്തെ പറഞ്ഞ സംഭവത്തിൽ കൊല്ലപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ മകളാണ് സുഫിയ ബീവി. ജൂത പെണ്ണായിരുന്നു. പിന്നീട് മുസ്ലിമായ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കല്യാണം കഴിച്ചു. നല്ല സുന്ദരിയായിരുന്നു സുഫിയ ബീവി റളിയല്ലാഹു അൻഹാ. അങ്ങനെ നിൽക്കുമ്പോ സഫിയ ബീവിക്ക് ഒരു പരിചാരികയുണ്ട്. ഒരു വേലക്കാരിയുണ്ട്. നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷവും ഒരുപാട് കാലം ജീവിച്ച മഹദിയാണ് ഉമ്മുൽ മുഅ്മിനീൻ സഫിയ ബിൻത് ഹുയയ് റളിയല്ലാഹു അൻഹാ. ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് അടിമപ്പെണ്ണ് വീട്ടിൽ സഫിയ ബീവിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന നബി തങ്ങളുടെ ഭാര്യയായിരുന്ന നമ്മുടെ ഉമ്മയായ സഫിയ റളിയല്ലാഹു അൻഹാ, അവർക്ക് സേവനം ചെയ്തിരുന്ന വേലക്കാരി പെണ്ണൊരു ഫിത്ന വരുത്തിണ്ടാക്കി. വേലക്കാരി പെണ്ണുങ്ങൾ ഫിത്ന, വീട്ടിൽ ജോലി ചെയ്യുന്നവരല്ലേ ഫിത്ന, അവർക്കല്ലേ വീട്ടിലെ കാര്യം അറിയാൻ പറ്റുള്ളൂ. ഈ വേലക്കാരുകളൊക്കെ ശരിക്കും നോക്കണമെന്ന എല്ലാ കഥകളും കയ്യിലുണ്ടാവും. ഈ പ്രസവത്തിന് നിൽക്കാൻ തന്നെ പെണ്ണുങ്ങൾ നോക്കിക്കോളി, സർവ്വ കഥകൾ വൃത്തിയാടിക്കും. മുമ്പൊക്കെ നാട്ടിൽ ബാർബർമാരത്തെ ഈ കഥകളൊക്കെ ഉണ്ടായിരുന്നത്, അതൊക്കെ ഇപ്പൊ ചാനലുകാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു നോക്കട്ടെ, സർവ്വ കഥകൾ ഓലെടുത്തിട്ടുണ്ടാവും. മുമ്പ് ബാർബർമാര് തരം മുടി വെട്ടുന്ന നേരത്തെ സർവ്വ കഥയും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്താക്ക് പറഞ്ഞു കൊടുക്കും. ഓരറിയാത്ത കഥ ഉണ്ടാവില്ല. ഈ നടുത്തിടപഴകുന്ന ആളുകൾക്കാണ് അതറിയാം. ഈ പെണ്ണെന്ത് ചെയ്യുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ഗീബത്ത് പറഞ്ഞു കൊടുക്കുക, നമീമത്ത് പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞു കൊടുക്കണറിയോ? ഉമറിനവരെ സഫിയ ആരെ പറ്റി പറഞ്ഞത്? മുത്തുനബിയുടെ ഭാര്യ, മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ സഫിയ്യത്ത് ബിൻത് ഹുയയ് ബിൻ അഖ്തബ് റളിയല്ലാഹു അൻഹാ. സഫിയ ബീവിയെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഉമറിനവരെ സഫിയ ബീവിക്ക് ഇപ്പോഴും ശനിയാഴ്ച ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജൂതന്മാരോട് നല്ല സ്നേഹമാണ്. എങ്ങനെയുണ്ട്? അവര് ജൂതയായിരുന്നു, മുമ്പ് യഹൂദിയത്തായിരുന്നു. വാപ്പ ആ കുടുംബം ജൂത കുടുംബത്തിൽ നിന്ന് വന്നവരാ. മുസ്ലിം ഇവരങ്ങൾ പറഞ്ഞു സഫിയ ബീവിക്ക് 2 കൂലി ഉണ്ടാവും. അല്ലാഹുവിന്റെ 2 കിതാബിൽ വിശ്വസിക്കാൻ അവസരം ഉണ്ടായില്ലേ? എന്നിട്ട് ഈ വേലക്കാരി പെണ്ണെ ഉമർ തങ്ങളുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞെടുത്ത വാക്കെന്താണെന്നറിയോ? ശനിയാഴ്ച ഭയങ്കര ഇഷ്ടമാണ് എന്നാണ്. വെള്ളിയാഴ്ച ഇഷ്ടമല്ല, ജൂതന്മാരുടെ ദിവസമല്ലേ ശനിയാഴ്ച.
ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉമ്മുൽ മുഅ്മിനീനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, യാ ഉമ്മുൽ മുഅ്മിനീൻ മൽ ഖബർ, എന്താണ് വിവരം ഉമ്മുൽ മുഅ്മിനീൻ? മുഅ്മിനീങ്ങളുടെ ശൈലിയും കൂടെ അതാണ് കേട്ടോ. എങ്ങനെ ഒരു പരാതി കേട്ടു, ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഫോർവേഡ് ചെയ്യണ്ട, ക്ലിപ്പാക്കണ്ട, ഇത് ശരിയാണോ, ഈ പറഞ്ഞത് ശരിയാണോ, ഉറപ്പുവരുത്തുക. ഏതെങ്കിലും ആളുകൾ വല്ലതും അടിച്ചു വിടുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഈ പറഞ്ഞത് സത്യം തന്നെയാണോ, ഇതിൽ നുണണ്ടോ ഇല്ലേ, എന്നിട്ട് ചെയ്താൽ മതി കമന്റുകളൊക്കെ. ഉമർ തങ്ങൾ വിളിച്ചു വരുത്തി സഫിയ ബീവിയെ, മൽ ഖബർ, എന്താണ് സഫിയ ബീവി ഞാൻ കേൾക്കുന്നത് ശരിയാണോ? അവർ പറഞ്ഞു, ഉമർ എന്നവരെ മുസ്ലിമായതിന്റെ ശേഷം യൗമ അബദലനില്ലാഹു ഫിസ്സബ്ത ബിൽ ജുമുഅ, അല്ലാഹു ശനിയാഴ്ചക്ക് പകരമായി വെള്ളിയാഴ്ച ദിവസം ഈ ഉമ്മത്തിന് നൽകിയതിൽ പിന്നെ എനിക്ക് ശനിയാഴ്ചയോടൊരു ഇഷ്ടവുമില്ല, എനിക്ക് വെള്ളിയാഴ്ച തന്നെയാണ് എന്റെ കൽബിലെ ഇഷ്ടം. പിന്നെ ജൂതന്മാരോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നത് എന്റെ ബന്ധുക്കൾ ജൂതന്മാരല്ല നബിയെ, എന്റെ എളാപ്പ ജൂതനാണ്, എളാമ ജൂതയാണ്, എന്റെ കുടുംബങ്ങൾ മുഴുവനും ജൂത കുടുംബമല്ലേ, അതുകൊണ്ട് എനിക്ക് അവരുമായി കുടുംബ ബന്ധമുണ്ടല്ലോ. ഉമർ തങ്ങളോട് പറയാം, ഉമർ എന്നവരെ എന്നല്ലാതെ ഈ ആരോപിക്കപ്പെട്ട ഒരു വിഷയവും എന്നിലില്ല, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും പറഞ്ഞു ജൂതന്മാരോട് ഇഷ്ടമാണ്, സ്വന്തം കുടുംബത്തെ ഇഷ്ടമാണെന്നാ പറയേണ്ടത്. അപ്പോഴേക്കും സഫിയ ബീവി റളിയല്ലാഹു അൻഹാ ഈ പെണ്ണിനെ വിളിച്ചു വരുത്തി, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. എന്തേ ഇപ്പൊ നിങ്ങളങ്ങനെ പറയാൻ കാരണം? ഖൽബ് ശുദ്ധിയാവാൻ ആരാധ പഠിപ്പിക്കണമെന്നറിയോ? നബിയുടെ ഭാര്യ സഫിയ ബീവി റളിയല്ലാഹു അൻഹ, എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? ഉടനെ പറഞ്ഞു, അശ്ശൈത്താൻ, അത് പിശാച് തോന്നിപ്പിച്ചതാന്ന് പറഞ്ഞു. പിശാച് തോന്നിപ്പിച്ചതാണ്. അൻതി ഹുർറത്തുൽ ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിങ്ങളെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു, നിങ്ങൾ സ്വതന്ത്രയാണ്, പൊയ്ക്കോളൂ, നിങ്ങൾ ഇനി മുതൽ അടിമയല്ല. ഒരു അടിമക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ജീവൻ കിട്ടുന്ന പോലെയാണ്. അൻതി ഹുർറത്തുൽ ലിവജ്ഹില്ലാഹ്, എന്തിനെ കൊടുത്തെന്നറിയോ? തനിക്കെതിരെ ഗീബത്ത് പറഞ്ഞതിന്. ഈ ശുദ്ധീകരണം നടക്കേണ്ട മാസമാണ് റമളാൻ. അല്ലാഹു നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കി തരട്ടെ. നമ്മളോട് ചീത്ത പറഞ്ഞവരെ അങ്ങോട്ട് ചീത്ത പറയാൻ നമുക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളിത് ചെയ്യാൻ പരിഹസിക്കുന്നവരോട് തിരിച്ച് പരിഹസിക്കാൻ പാടില്ല. നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കുക. അത് സ്വന്തം കുടുംബത്തിൽ കാണും, സ്വന്തം റൂമിൽ താമസിക്കുന്ന ആളുകളിൽ കാണും, സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ കാണും. പിന്നെ സംഘടനകളോ അതൊക്കെ ആവുമ്പോൾ തീർച്ചയായും ശത്രുതയും മറ്റു വിഷയങ്ങളൊക്കെ സ്വാഭാവികമാണ്. മാപ്പ് ചെയ്ത് കൊടുക്കുക, മാപ്പ് ചെയ്ത് കൊടുക്കും. സഫാഉൽ ഖൽബ്, ഖൽബ് ശുദ്ധിയാക്കി കൊടുക്കുവിൻ. സഫിയ ബീവി റളിയല്ലാഹു അൻഹ ആ അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യയായ മുത്ത് നബിയുടെ ഭാര്യയായിരുന്ന സഫിയ ബീവിയെ പറ്റി ഗീബത്ത് പറഞ്ഞതിന് പകരം കൊടുത്തതാ. മാപ്പ് ചെയ്തിരിക്കുന്നു, മാപ്പ് വന്നിരിക്കുന്നു, നിങ്ങൾ സ്വതന്ത്രയാണ്. അല്ലാഹു നമ്മുടെ ഖൽബിനെ നന്നാക്കി തെരുമാറാകട്ടെ. അബൂ ഇസ്ഹാഖ് അൽ-ശിറാസി റഹിമഹുല്ലാ ടൈഗ്രീസ് നദിയിലേക്ക് കടന്നു ചെന്ന് ഉദു എടുക്കാൻ വേണ്ടി വിലപ്പെട്ട തലപ്പാവ് അവിടെ വെച്ചു ടൈഗ്രീസ് നദിയുടെ ഓരത്ത് വെച്ചിട്ട് വെള്ളത്തിലേക്ക് പുഴയിലേക്ക് ഉദു എടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് സ്പീഡ് ചെയ്യാം. ഉദു എടുക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കൊരു കള്ളം വന്നിട്ട് എന്തെന്നറിയോ? അവന്റെ പഴയ തലക്കെട്ട് വെച്ചിട്ട് ആ മുന്തിയ തലക്കെട്ട് എടുത്തിട്ട് ഒരൊറ്റ ഓട്ടം. മഹാനായ അബൂ ഇസ്ഹാഖ് ശിറാസി റഹിമഹുല്ലാഹ് അവൻ നല്ല പുതിയ ചെരുപ്പ് അടിച്ചു മാറ്റിയിട്ട് അതേ അളവിലുള്ള പഴയത് വെച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും. പെരുന്നാൾ ജുമാ കഴിഞ്ഞ് വരുമ്പോഴേ കണ്ടിട്ടില്ലേ? നമ്മളത് എടുക്കരുത് കേട്ടോ. നമ്മൾ ഇന്ത്യതോ കൊണ്ടല്ലെന്നോ ഓന്റെ ഞാൻ കൊണ്ടോട്ടെ, പറ്റുമെങ്കിൽ ഹാഫി ആയിട്ട് ചെരുപ്പില്ല നടന്നിട്ട് വേറെ പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടാൽ മതി. നമ്മൾ അതിടുന്നപ്പോ ഓന് ഇഷ്ടം ഉണ്ടാവില്ല. ഓന് കൊണ്ടേത് ഇഷ്ടമുണ്ടോന്ന് നോക്കിയിട്ടുണ്ടാവില്ല, നമുക്ക് ഇഷ്ടമുണ്ടോന്ന്. പക്ഷെ അവൻ വെച്ചത് ഓൻ്റെ ഇടണ്ടാന്ന് തന്നെ എനിക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും. നമുക്കറിയില്ലല്ലോ അത്. അതുകൊണ്ട് നമ്മളത് ഇടണ്ട, പഴയ തലക്കെട്ട് വെച്ചു കൊടുത്തു. മഹാനായ അബൂ ഇസ്ഹാഖ് ശിറാസി റഹ്മത്തുള്ളാഹി അലൈഹി ദർസ് ചെയ്യാൻ വേണ്ടി ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു, ശൈഖ് അവറുകളെ, നിങ്ങളുടെ തലക്കെട്ട് മാറിയിട്ടുണ്ടല്ലോ, ഇതല്ലല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന മുന്തിയ തലപ്പാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ഇത് പഴയത് ആരുടേതാണല്ലോ തലയിൽ കിടക്കുന്നത്. ശിഷ്യന്മാര് പറഞ്ഞപ്പോ മഹാനായ അബൂ ഇസ്ഹാഖ് ശിറാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി നോക്കണം. ആളുകൾ വിചാരിച്ചു, ശിഷ്യന്മാര് വിചാരിച്ചു ആ കൊണ്ടുപോയ കള്ളനെതിരെ ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തു, അഫല്ലാഹു അന്നാ വഅൻഹു, അല്ലാഹു നമുക്കും അയാൾക്കും പുറത്തു തരട്ടെ. ലഅല്ലഹു അഖദഹാ മുഹ്താജൻ ഇലൈഹാ, ആവശ്യം ഉണ്ടായിട്ട് എടുത്തുപോയതായിരിക്കും. അല്ലാഹു അയാൾക്കും നമുക്കും പുറത്തു തരട്ടെ എന്ന് പറഞ്ഞ അബൂ ഇസ്ഹാഖ് ശിറാസി റഹ്മത്തുള്ളാഹി അലൈഹി ഖൽബിന്റെ ശുദ്ധിയാണ്. നമുക്കങ്ങനെ ശുദ്ധിയാക്കി കൊടുക്കാൻ പറ്റുമോ? നമുക്കങ്ങനെ മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഈ റമളാൻ കൊണ്ട് സാധ്യമാണ്. നമ്മളെ പറ്റി
ഓക്കെ, ഇൻഷാ അല്ലാഹ് 2 മണിക്ക് ലൈറ്റ് ഒക്കെ ഓഫ് ആവുന്നതാണ്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് പിരിയാൻ. അപ്പോ ഈ സഫാഉൽ ഖൽബ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഖൽബിനെ അല്ലാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. റമളാനിൽ ഒരാൾക്കെങ്കിലും നന്മ പറഞ്ഞു കൊടുക്കാൻ സാധിച്ച് അല്ലാഹുവിന്റെ വഴിയിലേക്ക് നന്നാക്കി കൊണ്ടുവരാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് വലിയ തൗഫീഖാണ്. അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഈ രാത്രി ഞങ്ങൾ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ പാതിരാ സമയത്തുള്ള ദുആഇനെ ഖബൂലാക്കണേ റബ്ബേ. നീ ഞങ്ങൾക്ക് പുറത്തു തരണം തമ്പുരാനെ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. നീ ഞങ്ങളോട് മാപ്പ് തരണേ തമ്പുരാനെ. നീ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവോട് ദുആ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തവരും ഉപേക്ഷിച്ചവരുമായ ഒരുപാട് ആളുകൾ. 5 വയസ്സായ മകൻ ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ കുട്ടിക്ക് നടക്കാനുള്ള ശേഷി നീ കൊടുക്കണേ തമ്പുരാനെ. മരുമകൾ സൗദാക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടി ദുആക്ക് വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ, സഹോദരിക്ക് സ്വാലിഹായ കുഞ്ഞിനെ നീ കൊടുക്കണേ റബ്ബേ. ശരീരം തളർന്ന കിടപ്പിലായ അഴീക്കൽ നസീർ എന്ന ചെറുപ്പക്കാരന്റെ അസുഖം നീ ശിഫിയാക്കി കൊടുക്കണേ തമ്പുരാനെ. ആ നിരാഡംബരായ കുടുംബത്തിന് ആശ്വാസം നീ കൊടുക്കണേ തമ്പുരാനെ. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ വറുതി കാരണം വളരെ പ്രയാസം അനുഭവിക്കുകയാണ് തമ്പുരാനെ. 4 മാസത്തോളായി കടലിൽ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ പ്രയാസത്തിലാണെന്നറിയാൻ പറ്റിയിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കുടെ റിസ്ഖിന്റെ വഴി നീ തുറന്നു കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ, വെള്ളപ്പാണ്ട് അസുഖമുണ്ടെന്ന് പറഞ്ഞൊരു കുട്ടിക്ക് വേണ്ടി വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. റബ്ബേ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം കൊടുക്കണേ തമ്പുരാനെ. അസുഖങ്ങളായി കിടക്കുന്ന ആളുകളുണ്ട് റബ്ബേ, അവർക്ക് നീ ശിഫാഇനെ കൊടുക്കണേ റബ്ബേ. ഞങ്ങളിൽ ആർക്കെല്ലാം അസുഖങ്ങളുണ്ടോ നീ ശിഫ തരണേ റബ്ബേ. മാരക അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കരുതേ തമ്പുരാനെ. ഈ റമളാനിന്റെ പുണ്യം കൊണ്ട് റബ്ബേ, ഒരു മാരക അസുഖവും ഞങ്ങൾക്ക് വരാതെ നീ കാക്കണേ അല്ലാഹ്. ആഫിയത്ത് മരണം വരെ നിലർത്തി തരണേ തമ്പുരാനെ.